കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് വചനരീതി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഭാഗ്യം ഒരുക്കി തന്നു. ഇന്ന് സമയകാലം ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ഏത് സമയത്തും ഏതവസ്ഥയിലും ഓടിയെത്തുവാൻ നമ്മുടെ കർത്താവിന്റെ പാദപീഠമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവിന്റെ ദാസി ഹല്ലേലൂയ വളരെ സമർപ്പണത്തോടെ ഇന്ന് സാക്ഷീകരിക്കുവാൻ, തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ സാക്ഷീകരിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ്. ആകയാല് കർത്താവിന്റെ ദാസിയെ എൽസി ജോസഫിനെ ഞങ്ങൾ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്തദാസിക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, തുടക്കം മുതൽ ഒടുക്കം വരെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉലാവുമാറാകണമേ. കർത്താവെ, അവിടുത്തെ തിരുവിഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിവർത്തിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി കരയേറ്റി ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ അഭിഷിക്തിയെ അതിശക്തമായി അവിടുത്തെ കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ. അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങളെയും സാക്ഷിക്കുവാൻ അനേകർക്ക് ഇതൊരു ആശ്വാസമായി മാറുവാൻ ദൈവം ഇടയാക്കണം. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച കുടുംബമായി മാനിക്കണം. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം ഒരു തടസ്സവും ഉണ്ടാകുവാൻ അനുവദിക്കാതെ ആദ്യം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സാക്ഷിക്കുവാൻ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. മാത്രമല്ല, ഈ സാക്ഷി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറന്നു പോകരുതേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു വാക്കായിരിക്കാം നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്, നിരാശയിൽ നിന്ന് നമ്മെ കരകയറ്റുന്നത്. ഒരു പക്ഷെങ്കിൽ ഒരു വാചകമായിരിക്കാം ഒരു ആത്മഹത്യാ ടെൻഡൻസിയിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്നത്, ദൈവത്തോട് അടുക്കുവാൻ കാരണമാക്കുന്നത്. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു നിലയിലാണ് ഈ സാക്ഷ്യങ്ങളൊക്കെയും പ്രയോജനപ്പെടുന്നതെന്ന് എനിക്കറിയില്ല എങ്കിലും ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന നിലയില് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഭാരം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെയും ഈ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസിയെ നമുക്കൊരു നിമിഷം പരിചയപ്പെടാം. കർത്താവിന്റെ ദാസി ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. ഓക്കെ, താങ്ക് യു സിസ്റ്റർ ബീന. എസ്പെഷ്യലി വചനദീപ്തിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനായി കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. എൻ്റെ പേര് എൽസി ജോസഫ് എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ മെക്സിക്കോ ബോർഡറില് ടെക്സസിലാണ് താമസിക്കുന്നത്, US. ഞങ്ങൾ ചിക്കാഗോയിലായിരുന്നു ഏകദേശം 30 വർഷക്കാലം. അതിനുശേഷം 3 വർഷമേ ആയുള്ളൂ ഈ മെക്കാലന്റെ പ്രദേശത്തേക്ക് മൂവ് ചെയ്ത് വന്നിട്ട്. ഞങ്ങൾക്ക് ദൈവം ദാനമായി 2 ആൺകുഞ്ഞുങ്ങളെ നൽകി. മൂത്ത മകൻ വിവാഹിതനാണ്. ഞങ്ങൾക്കൊരു ഗ്രാൻഡ് ചൈൽഡും ഉണ്ട്. രണ്ടാമത്തെ മകനും മൂത്ത മകനും രണ്ടുപേരും ചിക്കാഗോയിലാണ് താമസിക്കുന്നത്. വളരെ വർഷങ്ങളായി കാണുമല്ലോ നിങ്ങൾ അവിടെ എത്തിയിട്ട്, അല്ലേ? യെസ്, 33 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. ബാഴ്ചാൻ വന്നിട്ട് 37 വർഷമായി. അപ്പൊ നാട്ടിൽ നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ ശരിക്കും സ്വദേശമൊക്കെ? ബാഴ്ചാന്റെ വീട്ട് കോട്ടയത്തെ കുമരകമാണ്. എന്റെ വീട് തൃശ്ശൂര് കൊടകരയാണ്. ഓക്കെ, കോട്ടയംകാരനാ. ഞാനും കോട്ടയംകാരിയാ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സിസ്റ്ററുടെ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് പരിചയപ്പെടുത്തിയ സിസ്റ്റർ പറയുവാൻ തക്കവണ്ണം ഇടയായി. നല്ല അനുഭവ സാക്ഷ്യമാണ് എന്ന് വളരെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വളരെ ഞങ്ങൾ ഉത്സാഹത്തോടെ ആയിരിക്കുന്നു സിസ്റ്ററുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും വളരെ ഉത്സാഹത്തോടെ ആയിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനാപൂർവം ഞങ്ങൾ സിസ്റ്ററുടെ സാക്ഷ്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുമില്ല എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിന്റെ ദാസിക്ക് സാക്ഷ്യം തുടരാം. കർത്താവിന്റെ ദാസിയെ അതിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പൊന്നുനാമം ഉയരുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന വചനത്തിലൂടെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം.
മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യൻ നമ്മുടെ യേശു മാത്രമാണ്. കാരണം സ്വർഗത്തിൽ നിന്ന് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജീവനെ നൽകി തരുവാൻ തക്കവണ്ണം, മരിക്കുവാൻ തക്കവണ്ണം, നമുക്ക് നിത്യജീവൻ നൽകി തരുവാൻ തക്കവണ്ണം, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി നമുക്ക് ദിവ്യ സമാധാനം നൽകി ദൈവത്തിലുള്ള ഒരു പ്രത്യാശ നൽകി തന്നത് യേശുവാണ്. അതുകൊണ്ട് അവിടത്തേക്ക് സകല മഹത്വം കരയറ്റുന്നു. പ്രത്യേകിച്ച് ഇന്ന് എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ, എന്നെ ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, യേശു ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ജീവിതത്തിൽ അത് അനേക പ്രാവശ്യ അനുഭവമായി തീരുവാനിടയായിത്തീർന്നു. പലപ്പോഴും നാം വിചാരിക്കും ഇങ്ങനെ ജീവിക്കുന്ന ദൈവം എന്നൊക്കെ പറയാൻ എന്താണ്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ്. അവിടുന്ന് സംസാരിക്കും, അവിടുന്ന് നമ്മളോട് അല്ലെങ്കിൽ നമ്മളെ കരുതുകയും നമ്മളോട് ഇടപെടുകയും ചെയ്യുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്നത് നാം അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഉള്ളത് സംശയമാണ്. എന്നാൽ അല്ലെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി ട്യൂൺ ചെയ്ത് കൊടുക്കുന്നുവെങ്കിൽ, അവിടുത്തെ ശ്രവിപ്പാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും, ഇടപെടുകയും ചെയ്യും. 2002 മാർച്ച് മാസം എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത മാസമായിരുന്നു. കാരണം മരണത്തെ മുഖാമുഖം കണ്ട ദിനങ്ങളായിരുന്നു അത്. ഈ മാർച്ച് മാസം ആകുമ്പോൾ 23 വർഷമായി വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ, മരണത്തെ മുഖാമുഖം കണ്ട പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയിട്ട്, അന്ന് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന മാരക രോഗമാണ് എനിക്ക് ബാധിച്ചത്. എൻ്റെ ശരീരത്തിന്റെ പല അവയവങ്ങളും ആ ക്യാൻസർ സെൽസ് നശിപ്പിച്ച് കളഞ്ഞിരുന്നു. അതിനുശേഷം മാത്രമാണ് ഡയഗ്നോസിസ് ചെയ്യുവാൻ ഇടയായിത്തീർന്നത് 2002 മാർച്ച് മാസം. എന്നാൽ 3 മാസമാണ് ഡോക്ടേഴ്സ് എനിക്ക് അവധി പറഞ്ഞ് കുറിച്ചു വെച്ചത്. എന്നാൽ നമ്മുടെ ദിനങ്ങൾ ഈ ലോകത്തിൽ എത്ര നാൾ ജീവിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മളെ മെനഞ്ഞ ദൈവം, നമ്മളെ കുറിച്ച് ഉദ്ദേശമുള്ള പർപ്പസുകളുള്ള ആ കർത്താവാണ് തീരുമാനിക്കുന്നത്. ഡോക്ടേഴ്സ് ചിലപ്പോൾ വിധി എഴുതും 3 മാസമെന്ന്. എന്നാൽ ഗാഡ് ഹാസ് എ പർപ്പസ് ഇൻ അവർ ലൈഫ്, ഗാഡ് വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ഇൻ അവർ ലൈഫ്. അങ്ങനെയാണ് 3 മാസം അവധി പറഞ്ഞെടുത്ത് 23 വർഷം ജീവിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയത്. ആ യേശു കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിച്ചവനാണ്, വ്യാധികളെ ചുമന്നവനാണ്, അവന്റെ അടിപ്പിണ നമുക്ക് സൗഖ്യം നൽകുന്നവനാണ്. only thing we have to ask him. നമ്മൾ അവിടുത്തോട് ആ പ്രാർത്ഥന യാചിക്കണം. കഷ്ടത്തിലൂടെയും പ്രയാസത്തിലൂടെയും പ്രതികൂലത്തിലൂടെയും നാം കടന്നു പോകുമ്പോൾ നാം പിറുപുറത്ത് എനിക്ക് എന്തിനെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാനല്ല. കർത്താവ് നമ്മളെ രക്ഷിച്ചുവെങ്കിൽ, കർത്താവ് നമ്മളെ സൃഷ്ടിച്ചുവെങ്കിൽ, അവിടുത്തെ പദ്ധതികളും പ്ലാനുകളും ചിലപ്പോൾ അതിലൂടെയൊക്കെ നാം കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നും നാം മറന്നു പോകരുത്, ഞാൻ അവിടുത്തെ കൈകളിലാണ്. ആ യേശു അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുകയില്ല. അങ്ങനെ ആ മരണനിഴലിൽ താഴ്വയിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 6 വയസ്സും 9 വയസ്സും മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. വല്ലാത്ത ദുഃഖവും പ്രയാസമൊക്കെ തോന്നി. ഈ ചെറുപ്പകാലത്തിലെ രോഗം വന്നിട്ട് കുഞ്ഞുങ്ങള് ഒക്കെ അനാഥരായി തീരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ വന്നുവെങ്കിലും ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അവിടുത്തെ വചനങ്ങളൊക്കെ സത്യം തന്നെയാണ്. ഹല്ലേലൂയ. ആ 3 മാസം അവധി പറഞ്ഞെടുത്താണ് 23 വർഷക്കാലം ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്തത്. എന്റെ ശരീരത്തിന്റെ പല അവയവങ്ങളും ആ ക്യാൻസർ സെൽസ് ഡിസ്ട്രോയ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് എന്റെ പാൻക്രിയാസിനായിരുന്നു പ്രൈമറി ക്യാൻസർ വന്നത്. പിന്നീട് അത് ലിവറിലേക്കും, അതുപോലെ ഡിയോഡിനം, ജെജനം, ബൈൽ ഡക്ട്, ഗോൾ ബ്ലാഡർ, സ്റ്റൊമക്ക്, അങ്ങനെ അനേക അവയവങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ ഇടയായിത്തീർന്നു. ഇറ്റ് വാസ് എ മെറ്റസ്റ്റേറ്റിക് അഡിനോകാർസിനോമ ഓഫ് പാൻക്രിയാസ്, ഫൈനൽ സ്റ്റേജ് ഓർ ടേമിനൽ സ്റ്റേജ്. ഡോക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ 3 മാസം അവധി പറഞ്ഞെന്ന്. എന്നാൽ ദൈവത്തിന്, ഹല്ലേലൂയ, നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉള്ളപ്പോൾ പിശാചിന് നമ്മളെ തകർക്കുവാനാകില്ല. പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ ദൈവത്വം പ്രത്യക്ഷനായി അവന്റെ ആയുധവർഗം താഴെ വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയ ദൈവം ജീവിക്കുന്നു. അത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കഷ്ടത്തിലൂടെ നാം കടന്നുപോയി, പ്രയാസത്തിലൂടെ കടന്നുപോയി, എന്നാൽ യേശുവിന്റെ സ്നേഹം ഒന്നുകൂടെ കൂടുതലായിട്ട് അനുഭവിച്ചറിയാനിടയായി. ഞാൻ വലിയ ഒരു സർജറിയുടെ കടന്നുപോയി. സർജറിയില് എന്റെ ശരീരത്തിന്റെ 7 അവയവങ്ങൾ മുറിച്ചു നീക്കാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. സ്റ്റൊമക്ക്, അതായത് ആമാശയം, അതിന്റെ പകുതി ഭാഗം കളഞ്ഞു. കുടലിന്റെ പല ഭാഗങ്ങൾ, ഡിയോഡിനം കംപ്ലീറ്റ് ആയി എടുത്തു മാറ്റി.
ജഡ്ജനം 20 സെന്റിമീറ്റേഴ്സ് മാറ്റി, പിത്തസഞ്ചി പിത്തക്കുഴലുകളെല്ലാം എന്റെ ശരീരത്തെ റിമൂവ് ചെയ്തു. പാൻക്രിയാസ് 3/4 മുക്കാൽ ഭാഗം എടുത്ത് മാറ്റിക്കളയാനിടയായി. 23 മുഴകൾ എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തു നിന്ന് എടുത്ത് മാറ്റാനിടയായി. അതുപോലെ പറഞ്ഞു അല്ലേ, പാൻക്രിയാറ്റിക് ഡക്റ്റും ബൈൽ ഡക്റ്റും ഒക്കെ റിമൂവ് ചെയ്തിട്ട് അതൊക്കെ ആർട്ടിഫിഷ്യലാണ് എനിക്ക് വെച്ചിട്ടുള്ളത്. എന്നാൽ 7 അവയവങ്ങൾ റിമൂവ് ചെയ്ത് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് 3 മാസം ജീവിക്കുമെന്നാണ്. എന്നാൽ 21 വർഷം ജീവിക്കാൻ ദൈവം കൃപ ചെയ്തു. അത് തന്നെയുമല്ല, എന്റെ ശരീരത്തിൽ അവയവങ്ങൾ മാറ്റി എല്ലാം റിമൂവ് ചെയ്തതുകൊണ്ട് ഞാൻ ഡിസേബിൾഡ് എന്ന് എന്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ അവർ എഴുതി വെച്ചു. എന്നാൽ നമ്മുടെ ഹല്ലേലൂയ ബലഹീനതകളെ ചുമന്ന കർത്താവ് എന്നെ ശക്തനാക്കുന്നുവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാനാകുന്നുവെന്ന് യേശുവിന്റെ വചനം ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനം 4:13 എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. യഹോവയ്ക്ക് അസാധ്യമായ വല്ല കാര്യമുണ്ടോന്നല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്നെ തിരിച്ച് ജോലിക്ക് അയച്ചു. മക്കളെ, ഹല്ലേലൂയ. അന്ന് ഞാൻ സാധാരണ നഴ്സായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് എനിക്ക് വഴികൾ തുറന്ന് ഞാൻ പിന്നീട് ജോലിക്ക് കടന്നു പോകുവാനും പിന്നീട് എനിക്ക് പല പ്രൊമോഷനുകൾ ദൈവം തരുവാനിടയായി. സാധാരണ നഴ്സായിരുന്ന എനിക്ക് നഴ്സ് മാനേജറായിട്ടും നഴ്സിംഗ് സൂപ്പർവൈസറൊക്കെ ആയിട്ട് ദൈവം വെള്ളം കുടിച്ചു, ഓഫാക്കണ്ട. വെള്ളം കുടിച്ചു. ഞാൻ കട്ട് ചെയ്തോളാം അത്രയും ഭാഗം, കുഴപ്പമില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇത് പറയുമ്പം ബാല്യകാലത്തിലെ കാര്യങ്ങൾ കൂടി ഒന്ന് ഇതിന്റെ ഇടയിൽ ഒന്ന് ആഡ് ചെയ്തോണേ. എങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ള കാര്യങ്ങളോടൊക്കെ ഒക്കെ ഒന്ന് ആഡ് ചെയ്യാൻ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. തുടക്കത്തിലേ അത് ചോദിക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ രോഗങ്ങൾ വഹിച്ച വ്യാധികളെ ചുമന്ന യേശു ഒന്നും ജീവിക്കുന്നു. ആ കഷ്ടത്തിലൂടെ കടന്നുപോകുന്ന പിറുപിറുത്ത് മാറി നിൽക്കാനല്ല, ദൈവത്തിന്റെ ഹിതത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ സൗഖ്യമാക്കും. അവിടുത്തെ പദ്ധതികളും പ്ലാനും നമ്മുടെ ജീവിതത്തിൽ നിറവേറും. ഡിസബിലിറ്റി എന്ന എന്റെ മെഡിക്കൽ റെക്കോർഡ്സ് എഴുതി വെച്ചെടുത്ത് എനിക്ക് വീണ്ടും ജോലിക്ക് കടന്നു പോകാനും അനേക പ്രൊമോഷനുകൾ നൽകുവാനും ദൈവം ഇടയാക്കി തീർത്തു. ഡിസേബിൾഡ് എന്ന് എഴുതിയിടത്ത് എന്നെ അനേക രാജ്യങ്ങളിൽ 50-ൽ പരം രാജ്യങ്ങളിൽ എന്റെ ഭർത്താവായി കടന്നു പോകുവാൻ സുവിശേഷത്തിന് സാക്ഷിയാ നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവമക്കളെ, ഹല്ലേലൂയ. കഷ്ടത്തിലൂടെ നീ കടന്നു പോകുന്നുവോ, പ്രതികൂലത്തിൽ കടന്നു പോകുന്നുവോ, വിഷമസന്ധിയായിരിക്കുന്നുവോ, വേദനയായിരിക്കുന്നുവോ, എന്നാൽ ഹല്ലേലൂയ ഫയർ ഇൻ യുവർ ലൈഫ് is not to burn you but to purify you and to use you for the glory of God. നിങ്ങൾ ഇന്ന് വെള്ളത്തിന്റെ അവസ്ഥയിലാണോ? ആ വെള്ളം നിന്നെ മുക്കിക്കളയുമെന്ന് വിചാരിക്കുന്നുവോ? The water is not to drown you but to cleanse you so that you will be a useful vessel for the Lord. Hallelujah. അങ്ങനെ ദൈവം പല സ്ഥലത്തൊക്കെ കടന്നു പോകാനും സാക്ഷി നിൽപ്പാനും സഹായിച്ചു. ഞാന് എന്റെ ചുരുക്കമായിട്ട് എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ഉള്ള കാര്യം ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ തൃശ്ശൂര് കൊടകര ഒക്കെ അടുത്ത വെട്ടുപ്പള്ളി എന്ന സ്ഥലത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത്. കർത്താവിന്റെ കൃപയാൽ പഠിക്കുവാനൊക്കെ ദൈവം എനിക്ക് ദൈവകൃപയാൽ സഹായിച്ചു. നല്ല മാർക്കോട് കൂടിയാണ് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിട്ടൊക്കെ പിന്നെ പഠിച്ചു വരികയിടയായി. BSc ശേഷം B.Ed ശേഷം ഞാൻ BSc നഴ്സിംഗിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കാനിടയായി തീർന്നത്. അവിടെ ഫസ്റ്റ് റാങ്ക് ഒക്കെ പാസ്സാകുവാനും പ്രസിഡന്റ് മെഡൽ ലഭിക്കാനൊക്കെ ഇടയായി. എല്ലാം ദൈവത്തിന് മകത്വം, എന്റെ കഴിവൊന്നുമല്ല, ദൈവത്തിന്റെ കരുണയാൽ മാത്രമാണ്. അങ്ങനെയൊക്കെ വിവാഹം കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലേക്ക് ചിക്കാഗോയിലേക്ക് 92-ലാണ് കടന്നു വന്നത്. എന്നാൽ വളരെ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ഒക്കെ കടന്നു വന്നത് നല്ലൊരു ലളിതമായ കുടുംബജീവിതം ആയാലും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് വിചാരിച്ചാണ്. എന്നാൽ അതൊക്കെയും തകടം പറയുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ കുടുംബജീവിതം ആയിത്തീർന്നത്. ഞാൻ വളരെ സെൻസിറ്റീവായ ആള്. എന്റെ ഹസ്ബൻഡ് ഒരു മിലിറ്ററി പോലീസിലൊക്കെ ജോലി ചെയ്ത ആളായിരുന്നതുകൊണ്ട് അദ്ദേഹം അല്പം he was little hard-hearted. He was getting angry and mad so fast.
ദൈവത്തിന് മകത്ത് എന്നാല് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അതിനൊക്കെയും ഹാർഷായിട്ട് സ്വഭാവമൊക്കെ പരിപരുത്ത സ്വഭാവമൊക്കെയും ദൈവം മാറ്റി ഒരു മൃദു സ്വഭാവമുള്ളവനാക്കി തീർക്കാനൊക്കെ കർത്താൻ മനസ്സലിഞ്ഞു. പ്രത്യേകിച്ച് താന് മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആർമിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു സ്വഭാവമൊക്കെ തനിക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പെട്ടെന്ന് പിന്നെ സെൻസിറ്റീവ് ആകുന്ന സ്വഭാവമായിരുന്നു. ഒത്തുപോകാനൊക്കെ പാടായിരുന്നു. പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇനി ജീവിക്കണമെന്ന് വിചാരിച്ച നിമിഷങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്യട്ടെ എന്ന് പോലും ചിന്തിക്കുന്ന ദിവസങ്ങൾ. കാരണം ഒരു അവധി ദിവസം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എപ്പോഴും വാക്ക് തർക്കങ്ങളും എനിക്ക് വല്ലാത്ത സങ്കടമൊക്കെ വരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാല് കണ്ണുനീരിന് മറികടക്കാത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെ ഞെരുക്കങ്ങളെ ദൂരത്തുനിന്ന് നിരൂപണങ്ങളെ ഗ്രഹിക്കുന്ന ദൈവം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മുന്നമേ എല്ലാ കാര്യങ്ങളും നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന ദൈവം. എന്റെ ഹസ്ബൻഡ് ഒരു കരിസ്മാറ്റിക് റിട്രീറ്റിന് പോകുവാനായിട്ട് ഇടയായി. അങ്ങനെ ദൈവവചനം ആദ്യമായി കേൾക്കുവാനും യേശുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂവെന്നും നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം നൽകുന്നത് യേശുവാണെന്നും യേശു മാത്രം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന്, അവൻ നമ്മുടെ ക്രൂശിൽ മരിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന്, നമ്മുടെ പാപങ്ങൾ മോചിപ്പാൻ, നമ്മുടെ രോഗങ്ങൾ മാറുവാൻ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും മാത്രമല്ല, ഒരു ജീവിതം, ഈ ലോക ജീവിതം പുല്ലിന് തുല്യവും പൂ പോലെയാണ്. എന്നാൽ ഇത് കഴിഞ്ഞ് സ്വർഗത്തിലൊരു രക്ഷയുടെ അനുഭവം ഉണ്ടാവുമെന്നും, ഇവിടെ മാത്രം രക്ഷിക്കപ്പെടുവാനല്ല, സ്വർഗത്തിൽ തേജസ് ഏറിയ ഒരു സ്വർഗീയമായ ശരീരം ലഭിക്കുമെന്നും അവിടെ ഒരു നിത്യമാവ അവകാശം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് തനിക്ക് അതെല്ലാം മനസ്സിലായി. ദൈവം തന്റെ ഹൃദയത്തൊന്ന് തുറന്നു. പ്ലെയിനിൽ വെച്ച് താന് ദൈവശബ്ദം കേൾക്കുകയും തന്റെ പാപങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. മറ്റൊരാൾ ഒന്ന് പറഞ്ഞൊന്നുമല്ല, അവിടെ വെച്ച് കേട്ട വചനം കേട്ടിട്ട് അതിനോടനുബന്ധിച്ച് താൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്ലെയിനിൽ വെച്ച് തനിക്ക് ഈ ദൈവികമായ അനുഭവം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചൊക്കെ തനിക്ക് ബോധം വരുത്തിയിട്ട് താൻ ബോർഡിംഗ് പാസിലേക്ക് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നുവെന്ന് എഴുതി കർത്താവിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ കണ്ടത് താന് വീട്ടിലേക്ക്, ഞങ്ങൾ അന്ന് ചിക്കാലാണ് താമസിക്കുന്നത്, വന്നതിന് ശേഷം തന്റെ വധിക്കുപ്പികളൊക്കെ ഒഴിച്ച് ഡ്രെയിലിൽ കളയും, താനൊരു പുതിയ സൃഷ്ടിയായി തീരുകയും വളരെ വ്യത്യാസമുള്ള സ്വഭാവ വിശേഷമുള്ളവരായി തീരുകയും ചെയ്തു. ഹല്ലേലൂയ. ആദ്യം ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ മാറി പിന്നീട് എന്നെ സഹായിക്കുവാനും കുറച്ചും കൂടെ ഒക്കെയും ഹല്ലേലൂയ സൗമ്യതയോടെ ഇടപെടുവാനൊക്കെ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ വ്യത്യാസം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് യഥാർത്ഥമായി ഒരു മാനസാന്തരം എനിക്ക് വഹിച്ചിരിക്കുകയാണ്. അങ്ങനെ യേശുവിനെ കുറിച്ച് എന്നോടും എന്റെ ഹസ്ബൻഡ് പറയുവാനും ഞങ്ങൾ ഒന്നിച്ച് രക്ഷിക്കപ്പെട്ട് ഒന്നിച്ച് സ്നാനപ്പെടുവാന് പ്രത്യേകിച്ച് ഞങ്ങൾ ചിക്കാല അസംബ്ലീസ് ചേർച്ചില് കടന്നു പോകുവാനും അവിടെ ആരാധിപ്പാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുക 4 വർഷം ആയപ്പോഴാണ് എനിക്ക് അസുഖം വന്നത്. എന്നാല് രക്ഷിക്കപ്പെട്ട സമയം മുതൽ എന്റെ ഹസ്ബൻഡ് ട്രാക്റ്റുകൾ കൊടുക്കുകയും ബൈബിൾ കൊടുക്കുകയും മറ്റൊരു സുവിശേഷം പറയുകയും ചെയ്യുന്ന താല്പര്യക്കാരനായിരുന്നു. എന്നാലും ഞാന് അതൊക്കെ ചെയ്യണോ എന്നൊക്കെ ഞാൻ പലരും ചിന്തിച്ചിട്ടുണ്ട്. എന്നാല് ദൈവത്തിന് എന്നെ കുറിച്ച് അങ്ങനെ പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് ആ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലായി. പലപ്പോഴും നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിക്കും, എന്തിനാണ് എനിക്ക് ഇത്രയും വേദന, എനിക്ക് എന്തിനാണ് ഈ ശോധന? എന്നാൽ ദൈവമക്കളെ, കഷ്ടത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും യേശുവിന്റെ സ്നേഹം ഒന്നുകൂടെ അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ സ്നേഹം ഒന്നും കൂടി രുചിച്ചറിയ ഇടയായിത്തീരുന്നു. സകല കഷ്ടത്തിലും വിടുവിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ അത്ഭുതമായ പ്രവൃത്തിയാൽ ദൈവം നമ്മളെ വിടുവിച്ച് രക്ഷിക്കുമ്പോൾ വാസ്തവമായി ജീവൻ തന്ന ഈ ദൈവം ജീവിക്കുന്നത് മനസ്സിലാക്കുക ഇടയായിത്തീരും. കാരണം അന്നൊന്നും ഹല്ലേലൂയ സ്തോത്രം അത്രമാത്രം യേശുവിനെ അറിയാൻ ഇടയായിത്തീരുന്നില്ല. എന്നാൽ ആ കഷ്ടത്തിലൂടെ കടന്നുപോയപ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം വെള്ളത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴാണ് യേശുവിനെ മുറുകെ പിടിപ്പാൻ ഇടയായിത്തീർന്നത്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. റോമലേഖനം 5:3 മുതലുള്ള വാക്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ കഷ്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കഷ്ടത ഹല്ലേലൂയ സഹിഷ്ണുത എൻഡുറൻസ് തരികയാണ്. ഹല്ലേലൂയ സ്തോത്രം സഹനം തരികയാണ്. ഹല്ലേലൂയ അത് സിദ്ധത അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ തരികയാണ്. അത് തന്നെയുമല്ല പ്രത്യാശ, സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യാശ,
നിത്യജീവനുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു തരികയാണ്. അതൊക്കെ എന്റെ ജീവിതത്തിൽ അനുഭവമായി. കഷ്ടത്തിൽ ഞാൻ അല്ലെങ്കിൽ വചനം കൂടുതൽ പഠിപ്പാനിടയായി. പ്രസംഗീർത്തനക്കാർ എഴുതിയിരിക്കുന്നത് പോലെ കഷ്ടത്തിലായതിന് ഗുണമായ ഇവിടുത്തെ ചട്ടങ്ങൾ പഠിപ്പാനെന്ന്. അല്ലെങ്കിൽ അപ്പോൾ വചനം പഠിച്ചപ്പോഴാണ്, വചനം വായിച്ച് ധ്യാനിച്ച് എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചപ്പോഴാണ് ഈ മരണം ഒന്നുമല്ല, ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, നിത്യജീവനുണ്ടെന്നും അവിടെ നമുക്ക് സ്വർഗീയമായ ശരീരം ലഭിക്കുമെന്ന്, മരിച്ചാലും ജീവിച്ചാലും ഇനി ആ സ്വർഗത്തിലെ ദൈവത്തില് ആ യേശുവിനെ മാത്രം മുറുകെ പിടിക്കുന്നുവെന്ന് തീരുമാനമൊക്കെ എടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ യുദ്ധത്തിനാ നമ്മുടെ കൈകളെയും പോരിനായ നമ്മളുടെ വില്ലുകളെ അഭ്യസിപ്പിക്കുന്ന ദൈവം ആ കഷ്ടത്തിലൂടെ കടന്നുപോയപ്പോഴാണ് എങ്ങനെയാണ് പ്രാർത്ഥിച്ച് പല കാര്യങ്ങൾ ജയമെടുക്കേണ്ടത് ദൈവം എന്നെ പഠിപ്പിച്ചത്. ഇന്ന് നിങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നോ ദൈവം അറിയാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഹല്ലേലൂയ മുന്നോട്ടുള്ള മിനിസ്ട്രിക്ക് വേണ്ടി അവൻ ചിലപ്പോൾ നിങ്ങളെ യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുകയായിരിക്കാം. പലവിധ യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അത് ജഡത്തോടുള്ള യുദ്ധമാകാം, പൈശാചിക പോരാട്ടമാകുന്ന യുദ്ധമാകാം, ലോകത്തോട് പോരാടുന്നതാകാം, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന പോരാട്ടമോ യുദ്ധമോ ആകാം. എന്നാൽ നമ്മുടെ യുദ്ധത്തിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ അവ ശക്തിയേറിയ ആയുധങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് പഠിപ്പിക്കുവാൻ പ്രാർത്ഥന എന്ന ഹല്ലേലൂയ യുദ്ധമുറ പഠിപ്പിക്കുവാൻ, വചനമെടുത്ത് ഹല്ലേലൂയ ശത്രുവിനെ തോൽപ്പിക്കുവാൻ പഠിപ്പിക്കുവാനുള്ള യുദ്ധമുറയാകാം നിങ്ങളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നാം കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിലെ അനുഭവിച്ച അനുഗ്രഹത്താൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കേണ്ടതിന്, ദൈവം നമ്മൾ ആശ്വസിത്താൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിനായിരിക്കാം. അതുകൊണ്ട് കഷ്ടത്തിലാകുന്ന നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കർത്താവിനെ മുറുകെ പിടിക്കുക, മടുത്തു പോകരുത്. അവൻ നിങ്ങളെ വിടുവിക്കും, അവൻ നിങ്ങളെ ശക്തീകരിക്കും, അവൻ നിങ്ങളെ ബലപ്പെടുത്തും. അവൻ നീതിയുള്ള വല കൊണ്ട് താങ്ങുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 പത്രോസ് 5:10 പറഞ്ഞിരിക്കുന്നത്, അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം ഹല്ലേലൂയ നിങ്ങളെ നിത്യയേശുവിനെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം ഉറപ്പിക്കുകയും നിങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യും, ബലപ്പെടുത്തും. നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്, അവൻ ശക്തീകരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ ഹല്ലേലൂയ കൈവിട്ട് കളയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തില് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് വരുന്ന പരിവരുത്ത അവയവങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ മിനുസമാക്കി നല്ലൊരു ഹല്ലേലൂയ മിനുസമുള്ള അമ്പാക്കി, അല്ലെങ്കിൽ മിനുസമുള്ള ഒരു കല്ലാക്കി, മിനുസമുള്ള പാത്രമാക്കി മാറ്റാനായിരിക്കും കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഞാനിങ്ങനെ ഓർക്കുകയുണ്ടായി, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷ് പ്രോസില് ഒരു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു അതിനകത്ത് പഠിക്കാനായിട്ട്. അതിനകത്ത് തന്റെ മകൾക്ക് താൻ ഇങ്ങനെ പ്രിയദർശിനിക്ക് താൻ എഴുതുന്ന ലെറ്ററാണ്. ഈ എപ്പോഴും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തളർന്നു പോകാനല്ല, പ്രതിസന്ധി നമ്മളെ ഒന്നും കൂടെ ഒരുക്കി നല്ല സ്വഭാവത്തിൽ ഉടമയാക്കി തീർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ എഴുതിയൊരു കത്താണ്. ആ കത്തിനകത്ത് ഒരു പാറക്കഷ്ണം ആ മലയിൽ നിന്ന് ഒരു പാറയുടെ ഭാഗമായി പൊട്ടി വീണ് ഒരു നദിയിലൂടെ ഒഴുകുന്ന ആ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ആ അരുവിയിലൂടെ ആ കല്ല് അവിടെയും ഇവിടെയും തട്ടി ആ ഒഴുക്കിലൂടെ അത് വീണ് അനേക മൈലുകൾ താണ്ടി അത് എത്തുമ്പോഴത്തേക്കും ആ കല്ലിന്റെ കൂർത്ത വശങ്ങളൊക്കെയും മിനുസമായി തീരും. അന്നേരം അത് പിന്നീട് അക്വേറിയത്തിലൊക്കെ വെക്കുന്ന നല്ല ഹല്ലേലൂയ കാണാൻ ഭംഗിയുള്ള മിനുസമുള്ള കല്ലായിത്തീരും. അതുപോലെ നാമും രോഗത്തിലൂടെ, ദുഃഖത്തിലൂടെ, പ്രതികൂലത്തിലോ പ്രതിസന്ധിയിലോ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിന് വരുന്ന കൂർത്തമൂത്ത വശങ്ങൾ, ആവശ്യമില്ലാത്ത സ്വഭാവവിശേഷങ്ങൾ, അത് ചിലപ്പോൾ വെറുപ്പാകാം, ചിലപ്പോൾ കോപമാകാം, ചിലപ്പോൾ ക്രോധമാകാം, ചിലപ്പോൾ കുശുമ്പാകാം, അസൂയ ഒക്കെ മാറി നല്ല സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ ചിലപ്പോൾ നമ്മൾ അതുപോലെ കടത്തിവിട്ടെന്ന് വരും ദൈവമക്കളെ. ഹല്ലേലൂയ. ഇരുമ്പയിര് ഹല്ലേലൂയ തീയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിനോടെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ സ്ലഡ്ജ് എല്ലാം മാറ്റി അത് നല്ലൊരു പാത്രമാക്കി അല്ലെങ്കിൽ നല്ലൊരു ആയുധമാക്കി മാറ്റുവാന് ഒത്തിരി തീയുടെ കടന്നു പോയാലേ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മാലിന്യങ്ങൾ മാറ്റിയിട്ട് നല്ലൊരു ഉപകരണമായി തീരുവാൻ
ദൈവം ചിലപ്പോൾ കഷ്ടത്തിലൂടെ നാം കടന്നു വരും. എന്നാൽ കഷ്ടത്തിൽ നാം കുലുങ്ങിപ്പോകരുത്. എന്നെ ദൈവം പഠിപ്പിച്ച ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, കഷ്ടത്തിൽ നീ ഹല്ലേലൂയ തളർന്നു പോകരുത്. കർത്താവ് യേശുവിനെ നോക്കുക. ആ കർത്താവ് തന്നെ കഷ്ടത്തിലൂടെ കടന്നുപോയില്ലേ? അതുകൊണ്ട് വിശ്വാസം നായാലും പൂർത്തി വരുന്ന യേശുവിനെ വേണം നോക്കുവാൻ. അവൻ കഷ്ടത്തിലൂടെ കടന്നുപോയത് അവൻ പാപിയായിട്ടല്ല, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടല്ല. അങ്ങനെയെങ്കിൽ നമുക്കും കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത് ആളിൽ കർത്താവോട് ചോദിച്ചാൽ ഉള്ളിൽ നിങ്ങൾ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ ഇങ്ങനെ പാപികളാൽ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ എന്ന് എബ്രായ ലേഖനക്കാരൻ എഴുതിയിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ ബലമാണ്, അവൻ കഷ്ടങ്ങൾ ഏറ്റെടുത്ത തുണയാണ്. കാരണം കർത്താവ് കഷ്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ അവൻ തന്റെ പരീക്ഷിതനായിരുന്നത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ ഹല്ലേലൂയ അവൻ സമീപസ്ഥനായിട്ടുണ്ട്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. പരീക്ഷ സഹിക്കാൻ കഴിയുന്നതിലധികം പരീക്ഷ നൽകുന്ന ദൈവമല്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തെ സിക്കണം. പിന്നെ നാം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കഷ്ടകാലത്തിൽ വിളിച്ചപേക്ഷിച്ചു എനിക്ക് ഉത്തരമല്ല, സകല കഷ്ടം വിടുവിച്ചു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കഷ്ടത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ. എന്റെ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ 11 പേർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്റെ ആ ഡോക്ടേഴ്സ് ഗ്രൂപ്പിനുണ്ടായിരുന്നു. എനിക്കും വേറെ 11 പേർക്കും അതുപോലെ അസുഖം ഉണ്ടായിരുന്നു. എന്നാൽ ആ 11 പേരും ഒന്നൊന്നായി മരിച്ചു മാറ്റപ്പെട്ടപ്പോൾ ദൈവം എന്നെ വിടുവിച്ചു. എന്റെ കഴിവുകൊണ്ടോ എന്റെ വലിയ കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ കൃപയാൽ. ഞാൻ പറയട്ടെ, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ കൈവിട്ട് കളയത്തില്ല. അവൻ നമ്മളോട് കൂടെ ഇരുന്ന് അനാഥരായി വിടാതെ ദൈവശക്തിയാൽ നമ്മളെ കാത്തു വിടുവിക്കും. ഹല്ലേലൂയ. പിന്നെ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ആ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന മാത്രമല്ല, ദൈവാശ്രയം മാത്രമല്ല, ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി പഠിക്കരുത്, അത് പോസിറ്റീവായി പ്രൊക്ലെയിം ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ വർണ്ണിക്കുമെന്ന് പറയാനിടയായി. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്നെ കൈവിടുകയില്ലെന്ന് പറയാനിടയായി. ഞാൻ എന്റെ ദൈവത്തെ വലതുഭാഗത്ത് വെച്ചിരിക്കുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന് ഒക്കെ ഉറച്ചു പറഞ്ഞു. വചനം എനിക്ക് മെഡിസിനായി തീർന്നു മക്കളെ. ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് കർത്താവിനോട് പറഞ്ഞത്, ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കാതെ, വേദന നോക്കാതെ, അല്ലെങ്കിൽ മരണത്തിന്റെ അവസ്ഥ നോക്കാതെ, അല്ലെങ്കിൽ സർവസൃഷ്ടിതാവ്യ ദൈവത്തെ മഹത്വത്തിന് പുകഴ്ചയ്ക്ക് ബഹുമാനത്തിൽ യോഗ്യനായ ഹല്ലേലൂയ സഭയുടെ തലയായിരിക്കുന്ന കർത്താവിനെ, നമുക്ക് വേണ്ടി ജീവൻ നൽകുന്ന കർത്താവിനെ, ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യനായവനെ നാം സ്തുതിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. പിശാചിന്റെ തന്ത്രങ്ങൾ അവൻ തകർത്ത ദൈവമാണ്. അവന്റെ തല തകർത്ത് ഹല്ലേലൂയ പൈശാചിക ബന്ധനങ്ങളും കുടുക്കിയിലായിരിക്കുന്ന ദൈവവേദനെ ഹല്ലേലൂയ നീ ആരാധിക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ ഹല്ലേലൂയ ആ വലയിൽ നിന്ന് വിടുവിച്ചോ, ചങ്ങലകളെ വിടുവിച്ചോ, ഹല്ലേലൂയ വാതിലുകൾ തുറക്കുവാൻ ഇടയായിത്തീരും. യേശു കർത്താവ് ഇറങ്ങി വന്ന് അങ്ങനെ എന്നെ വിടുവിക്കാൻ ഇടയായിത്തീർന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുവാന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. പൗലോസ് ശീലാസന കാരാഗൃഹത്തിലായിരുന്നപ്പോൾ പാടി സ്തുതിച്ചപ്പോഴാണ് അവരുടെ ചങ്ങല അഴിഞ്ഞു വീണത്, അവരുടെ വാതിൽ തുറക്കപ്പെട്ടത്. നിങ്ങളുടെ വാതിൽ അടഞ്ഞിരിക്കുന്നുണ്ടോ? ഇന്ന് നീ ചങ്ങലയിലായിരിക്കുന്നു. മദ്യപാനം എന്ന ചങ്ങലയാണോ? അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമത്തം എന്ന ചങ്ങലയാണോ? അല്ലെങ്കിൽ ഹല്ലേലൂയ ഏതെങ്കിലുമൊക്കെ പാപത്തിന്റെ ചങ്ങലയാണോ? ഏത് ചങ്ങലയെ അടിഞ്ഞു വീഴുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസൻസിൽ ഹല്ലേലൂയ കഴിയും. അതിന് എങ്ങനെയാണ് ആ പ്രസൻസ് വരുന്നത്? ദൈവത്തെ നാം പാടി സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി വരികയും ദൈവം നമ്മളെ വിടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ അങ്ങനെ എന്നെ കർത്താവ് വിടുവിച്ചു. ഹല്ലേലൂയ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ദൈവം രക്ഷിച്ചതിന് ശേഷം ഞങ്ങള് അല്പമായിട്ട് ട്രാക്ട് കൊടുക്കുവാനും ബൈബിൾ കൊടുക്കുവാനൊക്കെ തുടങ്ങിയായിരുന്നു. അതിനുശേഷം ഈ രോഗം വന്നതിന് ശേഷവും അനേക ചർച്ചുകളൊക്കെ ഉണ്ടായി വരുവാൻ കർത്താവിടയാക്കി. കേരളത്തിലും ഒഡീഷ, ജാർഖണ്ഡ്, ബംഗ്ലാദേശ് എന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചർച്ചുകൾ തുടങ്ങാനിടയായി. നാട്ടിലൊരു ഓർഫനേജ് തുടങ്ങി കുറെ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാനിടയായി. ചെറിയ ടൈലർ സ്കൂൾ തുടങ്ങി അവിടെയും ചിലരെ തയ്യൽ പഠിപ്പിക്കുവാൻ എല്ലാം ഇടയായി. അത് തന്നെ പല രാജ്യങ്ങളിലേക്ക് കർത്താവ് അയച്ചു. പ്രത്യേകിച്ച് റഷ്യ, ചൈന, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, കെനിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ചിലി, ബ്രസീല്, അതുപോലെ പെറു, അങ്ങനെ പല രാജ്യങ്ങൾ, ലെബനോന്, ഒത്തിരിയും ഓസ്ട്രേലിയ, ഫിജി ഐലൻഡ്, ഒത്തിരി രാജ്യങ്ങളിലൊക്കെ കടന്നുപോയി കർത്താവ് ചെയ്തു.
പല സ്ഥലത്ത് വചനം പറയുവാന്, പല സ്ഥലത്ത് സാക്ഷിയെ നിൽപ്പാനൊക്കെ കർത്താവ് ഇടയാക്കി. അത് തന്നെയുമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അനേകര്, ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന തുടങ്ങിയിരുന്നു ചിക്കാഗോയിൽ വെച്ച്. അവിടെ പല സമുദായ ക്രിസ്ത്യാനികള്, അത് തന്നെയല്ല ഫിലിപ്പീൻസ്, മെക്സിക്കര്, ജൂഷുകാരൊക്കെ പലരും കടന്നു വന്ന് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും കർത്താവിന്റെ സഭയോട് ചേരുവാനിടയായി. എല്ലാം ദൈവമാണ് ചെയ്യുന്നത്. നമ്മളൊരു മുഖാന്തരം എന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അത്ഭുതകരമായി വഴി നടത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മള് ഹല്ലേലൂയ, ദൈവം നമ്മുടെ വേലയൊന്ന് വിശാലമാക്കുവാൻ, ദൈവം നമ്മളെ ഒന്നും കൂടെ ഉപയോഗിക്കുവാൻ ഒക്കെ ആ രോഗത്തിന്റെ അവസ്ഥകൾ ഇടയാക്കി തീർത്തു. അപ്പൊ എന്റെ ജീവിതത്തില് എന്റെ ഭവനത്തിൽ ആദ്യ ഫലമായിട്ടെന്നാണ് ഞാൻ രക്ഷിക്കപ്പെടുക ഇടയായി തീർന്നത്, തൃശ്ശൂരുള്ള എന്റെ വീട്ടിൽ. എന്നാല് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങള് നാട്ടിലൊക്കെ പോകുമ്പോ മിക്കവാറും പാസ്റ്റർമാരെയൊക്കെ വിളിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരികയും എന്റെ ഹസ്ബൻഡ് തന്നെ അവരോടൊക്കെ സുവിശേഷം പറഞ്ഞ് അവരിൽ ചിലരൊക്കെ രക്ഷിക്കപ്പെടുക ഇടയായി. പ്രത്യേകിച്ച് എന്റെ 2 സഹോദരങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നു. വേറൊരു സഹോദരി ഇവിടെ അവരുടെ മക്കളുമുണ്ട്, അവരും കർത്താവിനെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാനിടയായി. ബാച്ചന്റെ ഭവനക്കാരും പലരും രക്ഷിക്കപ്പെടുവാനിടയായി. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ റിലേറ്റീവ്സ്, ഞങ്ങളുടെ കോവർക്കേഴ്സ്, ഞങ്ങളുടെ നൈബേഴ്സ്, അങ്ങനെ പലരും കർത്താവിന്റെ കൃപയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. എന്നാൽ പലവിധമായ ശോധനകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, നിത്യജീവനാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. യേശു എന്തിനാ വന്നേ? യേശു വന്നത്, ഹല്ലേലൂയ, ക്രൂശിൽ മരിച്ചത് അതൊരു കഥയൊന്നുമല്ല, അതൊരു ഹിസ്റ്ററിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആക്ച്വലി ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. കർത്താവിന്റെ കഥയാണ് ഹിസ്റ്ററി. കാരണം ഇന്ന് തന്നെ നമുക്കറിയാം, ഇന്ന് മാർച്ച് മാസം 6-ാം തീയതി അല്ലേ? ഹല്ലേലൂയ. 2025 6-ാം തീയതി എന്ന് പറയുമ്പോൾ ക്രിസ്തു വർഷമാണ് 2025. ഹല്ലേലൂയ. ഇതൊരു ഐതിഹ്യമൊന്നുമല്ല, ഇത് ചരിത്രമാണ്. ഹല്ലേലൂയ. ആ സ്ഥലങ്ങളൊക്കെ പോയി കാണുവാൻ ഇസ്രായേൽ ഞങ്ങൾക്കിടയായി. ദൈവം ഹല്ലേലൂയ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവിടത്തെ ഹല്ലേലൂയ ജീവനം നൽകി തന്ന് ക്രൂശിൽ മരിച്ചത്, നാം എല്ലാവരും അവനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ അധികാരം കൊടുത്തിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഹല്ലേലൂയ ആ മക്കളായി തീരുവാന് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇവര് മതം മാറ്റുവാനാണോ? അല്ല, അല്ല, ഒരിക്കലുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രത്യാശ വേണോ? നിങ്ങളുടെ ജീവിതത്തിൽ രോഗസൗഖ്യം വേണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അഡിക്ഷനിലോ പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലായിരിക്കുന്നോ? അതൊക്കെ നീക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് ഹല്ലേലൂയ യേശു ക്രിസ്തു. അവിടുന്ന് സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമാണ്. അവിടത്തേക്ക് കഴിയാത്ത യാതൊന്നുമില്ല. ഹല്ലേലൂയ. എന്റെ ഹസ്ബൻഡിന്റെ ഹല്ലേലൂയ മദ്യപാനത്തിൽ വിടുവിച്ച ദൈവമാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ മൂത്ത പൈതലിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, അവന് ആദ്യമായിട്ട് സ്കൂളിൽ കടന്നുപോയി. ഹല്ലേലൂയ. ഒരു കിൻഡർ ഗാർട്ടനിൽ ഞങ്ങള് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് അവനെ അയക്കുവാനിടയായി തീർന്നത്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ എനിക്ക് ആ സ്കൂളിൽ നിന്ന് വിളി തന്നു. വിളി പറഞ്ഞ മറ്റൊന്നുമല്ല, ഈ കുഞ്ഞിന് ഇവിടെ പഠിക്കാൻ കഴിയത്തില്ല, കാരണം ഇവന് എഴുതാൻ പറ്റുന്നില്ല, അവനൊന്നും മനസ്സിലാകുന്നില്ല, അവന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണം. നിങ്ങൾ ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വേറെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. പല സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈ കുഞ്ഞിനും ആവശ്യമാണ്. ഇവനെ ഈ സാധാരണ നോർമൽ സ്കൂൾ പഠിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്ന് രക്ഷിക്കപ്പെട്ട സമയത്താണ് ഞാൻ ഒത്തിരി കരയാനിടയായി. കാരണം എനിക്ക് നല്ല സ്കോളർഷിപ്പോടെ പഠിക്കുകയും പ്രസിഡന്റ് മെഡലൊക്കെ ലഭിച്ച വ്യക്തിയാണ്. എന്നാൽ ദൈവമക്കളെ, അല്ലെങ്കിൽ ദൈവം ഹല്ലേലൂയ ആരും കൈവിടുന്നില്ല. ജ്ഞാനത്തിന് വിജ്ഞാനത്തിന് നിധി അവിടുത്തെ ഗുപ്തമാണ്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ആദ്യത്തെ ഉപവാസമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ആ ഉപവാസം 3 ദിവസം ഉപവസിക്കാനായിട്ട് ഞങ്ങൾ മട്ടുമടക്കിയിരുന്നപ്പോൾ ഒരു പാസ്റ്റർ ദൈവം ഒരു ദർശനം കൊടുത്ത് ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയച്ചു. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി. ദൈവമക്കൾ, ഹല്ലേലൂയ, നിങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തി നമ്മുടെ ദുർമാർഗ്ഗങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വചനത്തിൽ എഴുതിയിരിക്കുന്ന ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ അവസ്ഥകൾക്ക് അവൻ സൗഖ്യം വരുത്തും. നമ്മുടെ കുഞ്ഞിനാണോ നിങ്ങൾക്ക് പ്രയാസമുള്ളത്? നിങ്ങളുടെ കുഞ്ഞിനാണ്, നിങ്ങളുടെ കുടുംബജീവിതമാണോ തകർന്നിരിക്കുന്നത്? യേശുവിനെന്ന സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ
നിങ്ങളുടെ ഫൈനാൻസിൽ നിങ്ങൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹല്ലേലൂയ ഹാബിറ്റുകളിൽ നിങ്ങൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ട്രബിളിലും ടെസ്റ്റിലും നിങ്ങൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ ആ കർത്താവ് വാസ്തവമായി ഇറങ്ങി വരും. അങ്ങനെ ഒരു പ്രയാസ പ്രതിസന്ധി വന്നപ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ മുഖം അന്വേഷിക്കാനിടയായി തീർന്നപ്പോൾ ആ ദൈവദാസനെയും ദൈവം ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയച്ചു. ഞങ്ങൾ അന്നേരം ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. മൂന്നാം ദിവസം പാസ്റ്റർ കൈവച്ച് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊരു അത്ഭുതത്തിന്റെ ദിവസമായിരുന്നു. അത് അത്ഭുത വിടുതലിന്റെ ദിവസമായിരുന്നു. ഒരാഴ്ചക്ക് ശേഷം വിളിച്ച് അതേ ടീച്ചർ തന്നെ വിളിച്ചു പറഞ്ഞു, യുവർ ചൈൽഡ് ഇസ് മേക്കിംഗ് ട്രമൻഡസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുവാനിടയായി തീർന്നു. വലിയ വ്യത്യാസം ഹല്ലേലൂയ ദൈവം അവന് കൊടുക്കുകയും അവിടെ തന്നെ പഠിക്കുകയും നല്ല മാർക്കോടെ ഹൈസ്കൂൾ പാസ്സാകുകയും കോളേജില് ഹല്ലേലൂയ തന്നെയുമല്ല മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കുകയും ഡബിൾ ഹോണറോ ലഭിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണം പറഞ്ഞ സമയത്താണ് ഡബിൾ ഹോണറോ ലഭിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് മുടക്കം വന്നിരിക്കുന്നുവോ, അവർ ബുദ്ധിയെ കെട്ടിയിരിക്കുന്നുവോ, അല്ലെങ്കിൽ മദ്യപാനത്തിലായിരിക്കുന്നതോ, മയക്കുമരുത്തിന്റെ പിടിയിലായിരിക്കുന്നതോ, ദൈവത്തിന് വിടിവിപ്പാൻ കഴിയും. ഹല്ലേലൂയ നിന്റെ പ്രയാസമുള്ള വിഷയങ്ങൾ യേശുവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നീ കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ പിടിവിപ്പാൻ ശക്തനാ. അവന്റെ ഹല്ലേലൂയ അവൻ ജ്ഞാനത്തിന്റെ വിജ്ഞാനനിധി അവന്റെ കുറ്റമായിരിക്കുന്നുവെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എല്ലാവർക്കും വേണ്ടി സൗജന്യമായി കൊടുക്കുന്ന പിതാവിനോട് യാചിക്കട്ടെ എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എന്റെ കുഞ്ഞിന് വലിയ വിടുതലുണ്ടായി. നല്ലൊരു പൊസിഷൻ ജോലി ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം. അതുപോലെ ഒത്തിരി രാജ്യങ്ങളിൽ പോകുവാനിടയായി. എന്റെ പിതാവ് ഹല്ലേലൂയ സ്തോത്രം വളരെ അമേരിക്കയിലേക്ക് കടന്നു വന്നിരുന്നു. എന്റെ മാതാവും പിതാവും. എന്റെ പിതാവ് പ്രത്യേകിച്ച് പറഞ്ഞു, ഞാന് അവിടെ വരുമ്പോ എന്നെ നിങ്ങൾ പെന്തിക്കോസ്ത് ചർച്ചിലൊന്നും വിളിക്കരുത്, ഞാൻ വരികയില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളും വലുതാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം അവിടെ ഹൃദയം തുറക്കാനിടയായി തീരും. നമ്മളവരെ നിർബന്ധിക്കൊന്നും വേണ്ട. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം തക്ക സമയത്ത് അവിടെ ഹൃദയം തുറക്കുവാനിടയായി തീരും. എന്റെ മാതാവിന്റെ ഭവനത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി. എന്റെ പിതാവ് വന്നപ്പോൾ പറഞ്ഞു, ഞാന് ഈ യാക്കോ ചേച്ചി മാത്രമേ പോവുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ചർച്ച വിടരുന്നൊക്കെ പറഞ്ഞ് റൈഡൊക്കെ അറേഞ്ച് ചെയ്താണ് താൻ വന്നത്. താൻ അവിടെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവിനോട് പറഞ്ഞു, ഇതാകുന്നു രക്ഷാ ദിവസം, ഇത് തന്നെയാകുന്നു ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ദിവസം എന്ന് പറയാനിടയായി. അന്ന് ഞാൻ എന്റെ അപ്പച്ചനോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് ബൈബിൾ വായിക്കാമെന്ന്. ഒന്നിച്ച് ബൈബിൾ വായിക്കുവാനും പല കാര്യങ്ങൾ കർത്താവിന്റെ പരിശുദ്ധാത്മാ തന്റെ ദാസന് അതിലൂടെ പറഞ്ഞു കൊടുക്കാനിടയായി. അങ്ങനെ 2-3 ദിവസം ഒന്നിച്ച് വചനം വായിക്കുവാനും ഹല്ലേലൂയ ദൈവാത്മാവ് തന്റെ ദാസന്റെ ഹൃദയത്തെ തുറക്കുവാനും രക്ഷകനായി കർത്താവിനെ അംഗീകരിക്കാനിടയായി. അങ്ങനെ എന്റെ മാതാപിതാക്കള്, എന്റെ സഹോദരങ്ങൾ 3 പേരും കുടുംബമായിട്ട് ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ കർത്താവ് ചെയ്തു. ദൈവത്തിന് മഹത്വം. നാം രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ഭവനത്തിലുള്ള മറ്റവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ ഹല്ലേലൂയ അടുത്തുള്ള ഹല്ലേലൂയ അയൽക്കാര്, അതുപോലെ തന്നെ സ്തോത്ര കൂട്ടുകാര്, വീട്ടുകാരൊക്കെ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. എന്റെ ഭവനത്തിൽ മാത്രമല്ല, എന്റെ അയൽപ്പക്കക്കാരിയായിരുന്ന ചിലരൊക്കെ രക്ഷിക്കപ്പെടുകയിടയായി തീർന്നു. അതായത് എന്റെ വീടിന്റെ അടുത്ത് ഒരു പഞ്ചാബി സ്ത്രീ താമസിച്ചിരുന്നു. അവര് വളരെ ഒരു സൊസൈറ്റി ലേഡിയായിരുന്നു. പലപ്പോഴും നമ്മളെയൊക്കെ ഒരു പുച്ഛത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ വളരെ വില കൂടിയ കാറും വില കൂടിയ ഡ്രസ്സും ഒക്കെ ധരിച്ച് സൊസൈറ്റിയെ ലേഡിയെ പോലെ താൻ പോകാറുണ്ട്. പലപ്പോഴും ഹൈ പറയാൻ പോലും എനിക്ക് മടിയാണ്. എന്നാൽ ഹല്ലേലൂയ പലപ്പോഴും അവർക്ക് ട്രാക്ട് കൊടുക്കും, ചുരുക്കമായിട്ടൊക്കെ സാക്ഷ്യം പറയാനും അതുപോലെ സുവിശേഷം പറയാനിടയായി തീർന്നു. എന്നാൽ അവരൊന്നും രക്ഷയിലേക്കൊന്നും കടന്നു വന്നില്ല. ഏകദേശം ഒരു 10 വർഷത്തോളം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഞങ്ങൾ വീട് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയി. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങളുടെ വീടിന്റെ കോളിംഗ് ബെല്ല്
റിങ് ചെയ്ത് ആ പഞ്ചാബി സ്ത്രീ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. അവൾ ഞങ്ങളോട് പറഞ്ഞ ഇതാണ്, വളരെ പ്രതിസന്ധിയായ ഘട്ടമാണ് അവൾക്കുള്ളത്. അവൾ ആത്മഹത്യ ചെയ്യുവാനൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അവളുടെ ജോലി നഷ്ടപ്പെട്ടു, അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി, അവളുടെ മകന് സുഖമില്ല. അങ്ങനെ അനേക പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ, നിൽക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, പ്രതികൂലത്തിൽ അവൾ പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശു അവളോട് സംസാരിച്ചു. കാരണം എന്താണ്? ഹല്ലേലൂയ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രതികൂലത്തിലൂടെ ചിലങ്ങൾ കടന്നു പോകും. ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹിതരായിരിക്കാം, അയൽക്കാരായിരിക്കാം, ബന്ധുമിത്രാദികളായിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ യേശുവോടെ രക്ഷിക്കുമെന്ന് യേശു തന്നെ അവളോട് സംസാരിച്ച് നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കുവാനിടയായി തീരും. അങ്ങനെ അവളൊരു സ്വപ്നം ഉണ്ടായിട്ടാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. അന്ന് പിന്നെ യേശു അയച്ച പറയേണ്ട കാര്യമില്ലല്ലോ. അവൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാനും ഹല്ലേലൂയ ഞങ്ങളുടെ വീട്ടിൽ പിന്നീട് എല്ലാ ബുധനാഴ്ച പ്രാർത്ഥന കടന്നു വരുവാനും അവൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനും ഇന്ന് നല്ലൊരു സുവിശേഷയായി തീർന്നിരിക്കുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, നാം രക്ഷിക്കപ്പെട്ടത് ആ രക്ഷയുടെ സന്തോഷം നാം തന്നെ അനുഭവിച്ച് വെറുതെ ഇരിക്കുവാനല്ല. വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, റോമലേഖനം 14:17 പറയാന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനം പരിശുദ്ധ സന്തോഷമത്രേ. അതിൽ ദൈവത്തെ സേവിക്കുന്നവർ മനുഷ്യന് കൊള്ളാതെ ദൈവത്തിന് പ്രസാദിപ്പിക്കുന്നവരുമായി തീരണം. അപ്പൊ നമ്മള് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിന് ആരും ഇഷ്ടമില്ല, എല്ലാവരും മാനസാന്തരപ്പെടണം, ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ നമ്മൾ പ്രയോജനമുള്ളതായി തീരണം. ദൈവത്തിന് കൊള്ളാകുന്നവരും ദൈവത്തെ പ്രസാദിക്കും, മനുഷ്യന് കൊള്ളാകുന്നവരായി തീരണം. ഏറ്റവും മനുഷ്യന് വേണ്ടത് രക്ഷയാണ്. കാരണം ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഏറെ 70 അല്ലെങ്കിൽ 80. വചനത്തിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതം വെറും പുല്ല് പോലെയാണ്. പൂ പോലെ അത് വാടിപ്പോകും. പൂ ഉതിർന്നത് പോകുന്നത് പോലെ പോകും. ഒരു നീരാവിയാണെന്നാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, യേശുവിനെ ശലോമൻ രാജാവ് സകല ജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിന് പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്നു, മത്സ്യത്തിന്റെ ഭാഷ അറിയാമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ താൻ പറഞ്ഞു, എല്ലാം മായമായ ഏറ്റവും ധനികനും ഏറ്റവും ജ്ഞാനിയായ ഹല്ലേലൂയ ശലോമൻ രാജാവ് പറയുകയാണ്, ആ സഭാപ്രസംഗി പറഞ്ഞു, എല്ലാറ്റിന്റെയും സാരം കേട്ടുകൊള്ളുക. ഒരിക്കൽ നാം മരിക്കും, പിന്നീട് നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലോക ജീവിതത്തില് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ അറിയുക എന്നുള്ളതാണ്, ആ കർത്താവിനെ അറിയുക എന്നുള്ളതാണ്, ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ അറിയുവാൻ നാം ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരും. അവനോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നമ്മളോട് അടുത്ത് വരും. ഹല്ലേലൂയ. ആ യേശുവിനെ അറിയുവാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുന്നുവെങ്കിൽ അവനെ അന്വേഷിക്കുന്നവർ അവരെ കണ്ടെത്തും. ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്നവൻ മുട്ടുകയാണ്. ഇന്ന് നിങ്ങൾ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിപ്പാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. എന്നാൽ ഈ ലോക ജീവിത സുഖത്തെക്കാളും ഇവിടത്തെ രോഗ സൗഖ്യത്തെക്കാളും ഇവിടെയുള്ള ഒരു പ്രോസ്പെരിറ്റിയെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്ന സ്വർഗീയ രാജ്യം നമുക്ക് അവകാശമായി തീരും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത്, ആ പല ഉപമകൾ പറഞ്ഞിട്ട് താൻ പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ സകല സമ്പത്തും വിട്ടിട്ട് ആ നിധിയുള്ള ഒരു ഹല്ലേലൂയ ഒരു വയൽ വാങ്ങി. എന്താണത്? ഹല്ലേലൂയ, അത് മറ്റൊന്നുമല്ല, ഹല്ലേലൂയ നിത്യജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ അവകാശമായിരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അതുപോലെ ഒരു വ്യാപാരി എല്ലാ മുത്തും വിറ്റു, ഏറ്റവും വലിയൊരു മുത്തെല്ലാം കൊടുത്തു വാങ്ങി. ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നു പോകുന്നതല്ല. ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് സ്വർഗത്തിലാണ് നരകത്തിലാണ് പോകുന്നത് നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഇവിടം വിട്ട് പോകുമ്പോൾ നാം ഒന്നും കൊണ്ടുപോകുകയില്ല. ഹല്ലേലൂയ വലിയ വീടോ വലിയ ബെൻസ് കാറോ അല്ലെങ്കിൽ വലിയ സമ്പത്തോ വലിയ പൊസിഷനോ ഒന്നും കൊണ്ടുപോകുകയില്ല. പലപ്പോഴും നാം പറഞ്ഞു കേട്ടിട്ടില്ലേ, ഹല്ലേലൂയ സ്തോത്രം, അലക്സാണ്ടർ ഗ്രേറ്റ് എല്ലാം വെട്ടിപ്പിടിച്ചു, എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചു,
വെട്ടിപ്പിടിച്ചു. തനിക്ക് സമ്പാദിക്കാവുന്ന സകലം സമ്പാദിച്ചു. എന്നാൽ 33 വയസ്സിൽ താന് ഈ ലോകം വിട്ടു പോയപ്പോൾ ആ ശവമജ്ജത്തിന് പുറത്ത് തന്റെ 2 കൈകൾ ഇട്ടേക്കാന് താന് പറയുകയാണ്. കാരണം എന്താണ്? ഹല്ലേലൂയ. മറ്റൊന്നുമല്ല, കാരണം തനിക്കറിയാൻ താൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. മറ്റുള്ളവരോടൊരു പാഠം പറഞ്ഞു കൊടുക്കുവാനായിട്ട് താൻ പറയുകയാണ്. എല്ലാം വെട്ടിപ്പിടിച്ചു, എന്നാൽ വെറും കൈയായിട്ട് കടന്നു പോവുകയാണ്. അല്ലെ, തന്റെ ഭിക്ഷുകന്മാർക്ക് തനിക്ക് സൗഖ്യം നൽകാൻ കഴിഞ്ഞില്ല. താൻ പറഞ്ഞു, എന്റെ ശവകുടീരത്തെങ്കിൽ ഹല്ലേലൂയ വേറെ ഒന്നും വലിയ വർണ്ണാശബളമായ കാര്യങ്ങളൊന്നും വേണ്ട. എന്നാൽ അതിലേക്ക് നടന്നു പോകുന്ന പാതയിൽ കുറച്ച് സ്വർണ്ണമൊക്കെ വിതറി സ്വർണത്തിൻ്റെതായ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്ന് അവർ ചോദിച്ചപ്പോൾ താൻ പറയുകയാണ്, ഈ എത്ര സ്വർണം ഉണ്ടായിരുന്നാലും എത്ര സമ്പത്ത് ഉണ്ടായിരുന്നാലും അത് ആ ശവക്കുഴി വരി മാത്രമേ ഉള്ളൂ എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഭിക്ഷുകന്മാര് തന്നെ ചുമന്നിട്ട് വേണം ശവകുടീരത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ ആ ഫ്യൂണറൽ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാൻ എന്നാണ് താൻ പറഞ്ഞത്. കാരണം എനിക്ക് ഒത്തിരി പ്രഗത്ഭരായ ഭിക്ഷുകന്മാരുണ്ടായിട്ടും ഡോക്ടർമാരുണ്ടായിട്ടും അവർക്ക് എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഉണ്ടാക്കിയ സ്വത്തൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നാണ് താൻ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തിയത്. നമുക്ക് നമ്മളെയും ദൈവം വിളിച്ചത് ഹല്ലേലൂയ ഈ ലോക ജീവിതത്തിന് വേണ്ടിയല്ല. ഹല്ലേലൂയ ഒന്നും നാം കൊണ്ടുപോകില്ല. എന്നാൽ നാം യേശുവിലാണെങ്കിൽ, യേശുവിനെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ നാം സ്വർഗത്തിൽ നമുക്ക് നിത്യമായ ഒരു അവകാശമുണ്ട്. അവിടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. സ്ഥലം ഒരുക്കിയിട്ട് വേഗം നിങ്ങൾ ഇതൊന്ന് ചേർക്കും. അപ്പൊ നമുക്കൊരു ഹെവൻലി പ്ലേസ് കർത്താവ് ഒരുക്കുന്നുണ്ട്, ഹെവൻലി മാൻഷൻ കർത്താവ് ഒരുക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് നമുക്ക് അനുഭവമാകുന്നത്. യേശുവിനെ നാം സ്വീകരിക്കണം. യേശുവിനോട് പറയണം, കർത്താവെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം, ഞാൻ എന്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് നാം പറഞ്ഞാൽ ഹല്ലേലൂയ ഈ സാൽവേഷൻ, ഈ നിത്യരക്ഷയ്ക്ക് ഇന്ന് സഹോദര സഹോദരൻ നീ അവകാശിയായി തീരും. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ സ്തോത്രം, അവിടെയുള്ള ആ ഇറ്റേണൽ ഹൗസ്, അല്ലെങ്കിൽ കൃത്യമായി നിനക്ക് പണിയുന്ന ആ കൊട്ടാരത്തിൽ നീ എത്തിച്ചേരണയായി തീരും. അവിടെ ഒരു നല്ലൊരു അവകാശമുണ്ട്. അവിടുത്തെ അവകാശം ക്ഷയവും മാറ്റവും മാലിന്യമൊന്നും ഇല്ലാത്തതാ. ഇവിടെ ചിലപ്പോ കർത്താവ് പറഞ്ഞ പോലെ പുഴുവെടുക്കും, തുരുമ്പെടുക്കും, അല്ലെങ്കിൽ ഇവിടെ ഒക്കെ നിക്ഷേപങ്ങൾ അങ്ങനെയുള്ളതാണ്. എന്നാൽ ഹല്ലേലൂയ, would you put your life to Jesus Christ today? Hallelujah, would you give your life to Jesus Christ today? അവനെ നമുക്ക് ഫസ്റ്റ് ആയി വെക്കുവാൻ പറ്റുമോ? ആദ്യം അവന്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതോടുകൂടെ സകലതും നമുക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, put him first. ഹല്ലേലൂയ, first in your finance. ഹല്ലേലൂയ, നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരും പണത്തിന് വേണ്ടിയുള്ള പാച്ചിലാണ്. ഹല്ലേലൂയ, എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കണം. പല വീടുകളുണ്ട് ദ്രവ്യാഗ്രഹം ഒക്കെ സകലവിധ ദോഷത്തിന് മൂലമല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. Would you put ജീസസ് ഫസ്റ്റ് ഇൻ യുവർ ഫൈനാൻസ്? ആ ഫൈനാൻസിനേക്കാൾ കൂടുതലായിട്ട് കർത്താവിന് വെക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതുപോലെ നിങ്ങളുടെ ഈ മറ്റേ എന്തെല്ലാം ഇൻട്രസ്റ്റാണ് നിങ്ങൾക്കുള്ളത്? ഹല്ലേലൂയ, പല ഇൻട്രസ്റ്റുകളാണ് പലർക്കും. ചിലർക്ക് ജോലിയാണ് ഇൻട്രസ്റ്റ്, ചിലർക്ക് സ്ഥലം വാങ്ങുന്നതാണ് ഇൻട്രസ്റ്റ്, ചിലർ കുഞ്ഞിനാണ് ഇൻട്രസ്റ്റ്, ചിലർക്ക് സിനിമ കാണുന്നതാണ് ഇൻട്രസ്റ്റ്. ലെറ്റ് യു പുട്ട് ജീസസ് above all your interest. ഹല്ലേലൂയ. പിന്നെ ചിലർക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളാണ് ഇൻട്രസ്റ്റ്. ഹല്ലേലൂയ, നിങ്ങളുടെ ഹല്ലേലൂയ ഏറ്റവും വലിയ ഹല്ലേലൂയ റിലേഷൻഷിപ്പ് ആയിത്തീരേണ്ടത് യേശുവാണ്. യേശുവായിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത മറ്റെല്ലാ റിലേഷൻഷിപ്പ്, ഭാര്യയും ഭർത്താവ് യേശു ഉള്ളവരാണ് ഈ വഴക്കുണ്ടാകത്തില്ല. ഹല്ലേലൂയ, ഭാര്യയും ഹല്ലേലൂയ ഭാര്യയും കുഞ്ഞുങ്ങളും ഹല്ലേലൂയ ഭർത്താവും എല്ലാവരും യേശു ഉള്ളവരും ഭവനം സ്വർഗതുല്യമാകത്തില്ലേ? അപ്പൊ എല്ലാ റിലേഷൻഷിപ്പിലും ഏറ്റവും പ്രാധാന്യമുള്ള റിലേഷൻ യേശുവല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ട്രബിളിലും സങ്കടത്തിലും നൽതുണയാ കർത്താവിനെ നിങ്ങൾ അംഗീകരിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, സമയം കഴിഞ്ഞോന്ന് അറിയുന്നില്ല. സർജറി ചെയ്തെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യത്താണ് 7 അവയവങ്ങൾ മാറ്റി വെച്ചത്, അതോ പല സർജറി ആയിട്ടാണോ ചെയ്തത്? അതിനെ അല്ല, ആദ്യത്തെ സർജറി എനിക്ക് 2 പ്രാവശ്യം സർജറി ചെയ്തു. ആദ്യത്തെ സർജറിയിൽ തന്നെ എൻ്റെ ഈ അവയവങ്ങളെല്ലാം സർജിക്കലി റിമൂവ് ചെയ്തിരുന്നു. അതായത് ഞാൻ പറഞ്ഞതുപോലെ പാൻക്രിയാസ് 3/4 ഭാഗം, ആമാശയം പകുതി ഭാഗം, ഇൻഡസ്റ്റൈനൽ 2 ഇൻഡസ്റ്റൈനൽ പാർട്സ്, ഡിയോഡിനം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു, ജേജനം 20 സെന്റിമീറ്റേഴ്സ് റിമൂവ് ചെയ്തു, പിത്തസഞ്ചി, പിത്തക്കുഴലുകൾ,
പിത്തക്കുഴല്, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് കുഴല്, അതുപോലെ 23 മുഴകൾ എന്റെ ശരീരത്തിൽ നീക്കം ചെയ്തു. അതൊക്കെ ആദ്യത്തെ സർജറിയിലാണ് ചെയ്തത്. രണ്ടാമത് എന്റെ സർജറിയിൽ ഒരു കോംപ്ലിക്കേഷൻ വന്നു, ഒരു ഒബ്സ്ട്രക്ഷൻ വന്നപ്പോൾ വീണ്ടും ഒരു സർജറിയിലൂടെ കടന്നുപോയി. അതും വലിയൊരു മരണത്തിന്റെ അവസ്ഥയായിരുന്നു. എന്റെ ലങ്സിൽ ഫ്ലൂയിഡ്, കംപ്ലീറ്റ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തു. ഒരു ലിറ്റർ ഫ്ലൂയിഡാണ് എൻ്റെ ലങ്സിൽ നിന്ന് ആസ്പിറേറ്റ് ചെയ്തത്. എൻ്റെ ലിവർ 10 times ബിഗർ ആയി നോർമൽ സൈസിനേക്കാളും. അതുപോലെ എൻ്റെ ഇൻഡസ്റ്റൈൻ മുഴുവൻ സ്റ്റോക്ടപ്പായി വർക്ക് ചെയ്യാതെയായി. അതിൽ നിന്നൊക്കെ ദൈവനെ വിടുവിച്ചു. ഹാലയിലെ ഞാൻ ICUലൊക്കെ ആയിരുന്നു. എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലിവർ 10 times ബിഗർ ആയതാണ്. എന്നാൽ അതുപോലെ കീമോതെറപ്പി, റേഡിയേഷൻ ഒക്കെ ഞാൻ എടുത്തിരുന്നു. എന്നാൽ കീമോതെറപ്പി എടുത്തപ്പോൾ, റേഡിയേഷൻ എടുത്തപ്പോൾ എൻ്റെ തലയിലെ പൊടി പോലും പൊഴിയാതെ ദൈവം സൂക്ഷിക്കാനിടയായി. എൻ്റെ ഹല്ലേലൂയ പറഞ്ഞല്ലോ, ലിവർ 10 times ബിഗർ ആയതാണ്. ഡോക്ടേഴ്സ് എന്നെ കൈവെടിഞ്ഞതാണ്. എൻ്റെ ശരീരം മുഴുവൻ മഞ്ഞ നിറമായതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ, ശരീരത്തിൽ നിന്നും അതെല്ലാം ദൈവം വിടുവിക്കലേ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ വൻകരം നീട്ടി അവിടുന്ന് എന്നെ വിടുവിച്ചതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇത്രയും അവയവങ്ങൾ മാറ്റി ഇത്രയും രോഗങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിച്ചതിന് ശേഷമാണ് ഈ 50 രാജ്യങ്ങളിലും കടന്നു പോകുവാൻ ദൈവം ഭാഗ്യം തന്നത്, അല്ലേ? ശരിക്കും ഡിസേബിൾഡ് ആണ്, ഇനി സഞ്ചരിക്കാൻ പാടില്ല, എവിടെങ്കിലും ഒതുങ്ങി ഒരു മൂലയിൽ ഒതുങ്ങി കൂടിക്കോണം എന്നാണ് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്തത്, അല്ലേ? കർത്താവ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം, അല്ലെ? മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മൾ സേവിക്കുന്ന കർത്താവ്. അപ്പൊ അങ്ങനെയെങ്കിൽ രാജ്യങ്ങളിൽ കടന്നുപോയ എക്സ്പീരിയൻസുകൾ ധാരാളം പറയുവാൻ കാണും, അല്ലെ? അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്? നമ്മുടെ പ്രേക്ഷകരോട് ആ എക്സ്പീരിയൻസ് കൂടി പങ്കിട്ടാട്ടെ. ഓക്കെ, ഡെഫിനറ്റ്ലി. ഞാൻ ആദ്യമായിട്ട് ഞങ്ങള് കെനിയ എന്ന് പറയുന്ന രാജ്യത്താണ് കടന്നു പോയത്. ആഫ്രിക്കൻ രാജ്യമാണ് കെനിയ. അവിടെ ഞങ്ങള് വാസ്തവത്തില് ബാച്ചന്റെ ജോലിയിൽ നിന്നുള്ള ഗ്രൂപ്പിനോട് കൂടെയാണ് പോയത്. ഒരു മിഷനറി ടീം എന്ന് പറയാം. എന്നാൽ അവര് അവിടെ മെയിനുമായിട്ട് അവിടെ ചെന്നിട്ട് പല ദേശങ്ങളൊക്കെ കാണുവാനാണ് അവര് പോയത്. ആകപ്പാടെ അവർക്കുണ്ടായിരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള അനാഥാലയത്തിൽ പോയി അവർക്കൊരു ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഞങ്ങൾ സാക്ഷ്യം നിന്നെങ്കിലും ഞങ്ങൾക്ക് വല്ലാത്തൊരു വല്ലാത്ത ഉള്ളില് വല്ലാത്തൊരു ദാഹം, ചിലരോടെങ്കിലും ഒരു സുവിശേഷം പറയണം, ചിലരോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറയണമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒത്തിരിയും ദൈവത്തിന്റെ സന്നിധിയിൽ അഭയാചന കഴിക്കുകയും, കർത്താവ് ഞങ്ങളെ കെനിയയ്ക്ക് ഒരു പുതിയ രാജ്യത്ത് അയച്ചെങ്കിൽ ഇവിടെ ചില ജീവിതം രക്ഷിക്കപ്പെടണം, ചില ഗ്രൂപ്പുകളിൽ വചനം പറയാൻ പോകണം, ചില കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടണമെന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ ബാബുച്ചാനോട് ഇങ്ങനെ ദൈവാത്മാവ് വ്യക്തമായിട്ട് ഇടപെട്ടിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ ഇവിടെ ഒരാൾ വരും. നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ കർത്താവ് സംസാരിക്കുകയോ? മാസമായിട്ടും നടന്ന സംഭവമാണ് പറയുന്നത്. അങ്ങനെ രാവിലെ 5 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് പുറത്ത് ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. അപ്പൊ ഞങ്ങള് വേഗം തുറന്നപ്പോ പറഞ്ഞു ശമൂവേലാണെന്ന് പറഞ്ഞു. അപ്പം ശമൂവേൽ അപ്പം ഇങ്ങനെ വായിച്ചാൻ പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഒരാൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ കർത്താവിന്റെ വചനമൊക്കെ പറയുന്നവരാണ്, മറ്റുള്ള സുവിശേഷം പറയുവാനൊക്കെ താല്പര്യമുള്ള അങ്ങനെ എന്തെങ്കിലും അവസരങ്ങളുണ്ടോ എന്ന് ഈ ശമൂവേലോട് ചോദിച്ചപ്പോ ശമൂവേൽ പറഞ്ഞു, ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, പക്ഷെ അത് രാത്രി 9 മണിക്കാണ് നടക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ, ഞങ്ങളെ വിശ്വാസമെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്ന് രാത്രി ഓർക്കണം, ആഫ്രിക്കൻ വനാന്തരത്തിലാണ്, പ്രത്യേകിച്ച് പിന്നെ കെനിയയില് ഉള്ള വനാന്തരത്തിലാണ്, ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിലും ഈ വനത്തിലൂടെ വേണം കടന്നു പോകുവാൻ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, വായിച്ചാൽ യാതൊരു പിന്നെ പരിചയമില്ലാത്ത ഒരു ദേശം, പരിചയമില്ലാത്ത ഒരാള്, അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ പോകണമെന്നുള്ളതാണ്. അവരെന്ത് നമ്മൾ ചെയ്യുന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാല് ദൈവാത്മാവ് സംസാരിച്ച് നമുക്ക് അങ്ങൊന്നും ഭാരപ്പെടേണ്ടതില്ല. ദൈവം സംസാരിച്ചിട്ടല്ലേ പോകുന്നത്. അങ്ങനെ കർത്താവിന്റെ ആജ്ഞപ്രകാരം അല്ലെങ്കിൽ നിയോഗപ്രകാരം ഞങ്ങൾ ആ കാട്ടിലൂടെ ഏകദേശം 20 മിനിറ്റ് നടന്നപ്പോൾ അവരുടെ ഒരു ഗ്രാമത്തെത്തി. ആ ഗ്രാമത്തില് ആദിവാസികളായിരിക്കുന്ന ആളുകളാണ്
അധികമുള്ളത്. എന്നാൽ അവരുടെ ഭാഷ സ്വഹീലി ഭാഷ ആയിരുന്നെങ്കിലും അതിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ചിലരും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഇംഗ്ലീഷിൽ അവിടെ ടെസ്റ്റ് മണിയൊക്കെ പറയുകയും, അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തെ ഓപ്പൺ എയർ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. അതായത് ഈ വീടുകളിലൊക്കെ നടുക്ക് ഒരു മുറ്റത്താണ് ഈ ആളുകളൊക്കെ വന്നുകൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ചെല്ലുന്നതോട് ഒത്തിരി പേര് അവിടെ കൂടി വരികയും ഞങ്ങൾ അന്ന് അവരോട് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും സുവിശേഷം പറയുകയൊക്കെ ചെയ്തു. ഒത്തിരി പേര് മുന്നോട്ട് വന്ന് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് കെനിയിലെ ഞങ്ങൾ ആദ്യമായിട്ട് പോകാനിടയായി തീർന്നത്. അത് തന്നെയല്ല, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞായറാഴ്ചയൊക്കെ ആളുകൾ ഒരാഴ്ചത്തേക്കാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഒരു ഞായറാഴ്ച ഉള്ളപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ഞങ്ങൾക്കൊരു നല്ല ചേർച്ചിലൊക്കെ പോയി സാക്ഷ്യം പറഞ്ഞാൽ കൊള്ളാം എന്ന് വിചാരിച്ച് ഞങ്ങള് എങ്ങനെയാണ് ഞങ്ങൾക്ക് ആരെയും അങ്ങനെ പരിചയമൊന്നുമില്ല ഒരു ചർച്ചിൽ കടന്നു പോകുവാൻ. ഞങ്ങൾ എന്നിട്ട് ആ യെല്ലോ പേജസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, ടെലിഫോൺ ബുക്ക്, ആ ടെലിഫോൺ ബുക്ക് എടുത്ത് ചേർച്ചിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് 1-2 ചേർച്ചിലേക്കൊക്കെ വിളിച്ചു. നമ്മൾ വിചാരിക്കും അതിശയമായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒരു പാസ്റ്റർ ഫോൺ എടുത്തിട്ട് നിങ്ങൾ എവിടെ നിന്നാണ്, ഞങ്ങൾ ഇങ്ങനെ ഇന്ന സ്ഥലത്തു നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വേറെ പുറത്ത് ഞാനൊരു കാറ് വിടാം, നിങ്ങൾ ആ സമയത്ത് വന്നാൽ മതി, ഞങ്ങളുടെ ചേച്ചി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഞങ്ങൾ ഒരു ചെറിയ വല്ല ചർച്ചയായിരിക്കും. അപ്പോഴാണ് അറിയുന്നത് വലിയൊരു 2000 പേര് വരുന്ന വലിയൊരു ചേർച്ചാണത്. ഹല്ലേലൂയ, നെയ്റോബിയില് വലിയൊരു ചേർച്ചില് അന്ന് ഞങ്ങളെ കൊണ്ടുപോകാനും ഒരു പാസ്റ്ററാന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അന്ന് സാധാരണ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. എന്തായാലും ആ ഒരു 15 പാസ്റ്റേഴ്സോളം ഉണ്ട് അവരുടെ ആ സ്റ്റേജില്. അതിന്റെ ഒപ്പം തന്നെ ഇരുത്തുവാനിടയായി. അതിനുശേഷം ആ ചേർച്ചില് ഞങ്ങൾ 2 പേരും സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്തു. എന്നിട്ട് ആ പാസ്റ്റർ പറഞ്ഞു, ദീസ് ഓൾ ആർ ലോർഡ്സ് ഡൂയിങ്, ഇതൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങളാണ് എന്ന് പറയാനിടയായി. അങ്ങനെ ദൈവമക്കളെ അവിടെ പോയി വചനം പറയുവാനും സുവിശേഷിക്കുവാനൊക്കെ ഇടയായി. അനേകർ മുന്നോട്ട് പ്രാർത്ഥനയിൽ കടന്നു വന്നു. അനേക രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ഇടയാക്കി. അതാണ് ആദ്യത്തെ. അത് കഴിഞ്ഞ് അന്ന് അവിടെ പോയി അവര് തന്നെയല്ല ഹോട്ടൽ താമസിച്ച ചില സ്റ്റാഫൊക്കെ രക്ഷിക്കപ്പെടുവാനിടയായി. ദൈവം അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് അങ്ങനെ പോകാനിടയായി തീർന്നിട്ടുണ്ട്. ചിലപ്പോ ഞങ്ങളുടെ യാത്ര പലപ്പോഴും തെറ്റിച്ചിട്ട് പോലെയുണ്ട് ശത്രു. എന്നാൽ അതൊക്കെ നല്ലതിനായി കൂടി വ്യാപരിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങള് ന്യൂയോർക്കിൽ നിന്ന് സൗത്ത് കൊറിയ സിയോൾ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ രാജ്യത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് പോളിയോങ്ങിച്ച് പാസ്റ്റർ ചേർച്ച് കാണണം, അവിടെയുള്ള പ്രാർത്ഥന മഴയൊക്കെ ഒന്ന് കാണണം. എങ്ങനെയാണ് അവിടെ ഇഷ്ടംപോലെ സുവിശേഷ ഉള്ള സ്ഥലമാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ അല്ലാതെ നമുക്കങ്ങനെ അവിടെ സുവിശേഷം അവിടെ ഇത്രയും വലിയ സുവിശേഷകരുള്ള സ്ഥലമാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. എന്നാൽ ഞങ്ങൾക്ക് 1 മണിക്കുള്ള ഫ്ലൈറ്റിനായിരുന്നു പോകേണ്ടിയിരുന്നത്. എന്നാൽ 1 മണിക്കുള്ള ഫ്ലൈറ്റില് ഞങ്ങൾക്ക് 2 പേർക്കും കയറി പറ്റാനായില്ല. എന്തോ സാങ്കേതിക തടസ്സം വന്നതുകൊണ്ട് ആ 1 മണിക്കുള്ള ഫ്ലൈറ്റിൽ പോകാൻ പറ്റിയില്ല. എന്നാൽ അന്ന് രാത്രി 9 മണിക്ക് വീണ്ടും ന്യൂയോർക്കിൽ നിന്ന് സിയോളിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അതിനകത്താണ് ഞങ്ങൾ കയറി പോകാനിടയാത്തിരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്നിട്ട് ഹോട്ടൽ എടുക്കണം, പിന്നെ രാത്രിയാകുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ, പാതിരിക്കാണ് അവിടെ എത്തുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടിയെങ്കിലും ഭാഷ്യം പറയാനിടയായി. നിർണപ്പാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സ്നേഹിക്കുന്ന എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും, ഇതൊക്കെ നന്മയ്ക്കായി തീരുമെന്ന് ഞാൻ പറയാനിടയായിത്തീർന്നു. എന്നാൽ ഞങ്ങൾ 14 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ഇറങ്ങി. പാതിരിയാണ്. ഇനിയിപ്പോ ഞങ്ങൾ ഹോട്ടലൊക്കെ എങ്ങനെ പോകുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേഗം ഒരാൾ ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനെ പോലെ കാണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു ന്യൂയോർക്ക് സിറക്കൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കൊറിയൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ പോകുന്ന ഒരു പ്രൊഫസറാണ്. അറ്റ് ദ സെയിം ടൈം ഹീസ് ഓൾസോ പാസ്റ്റർ. അപ്പൊ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പോയി പാസ്റ്റർ ചേർച്ചെ കാണാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസർ ആണെന്നും ഒരു പാസ്റ്റർ ആണെന്നും, നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ മുന്നേ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കുന്ന ഹോട്ടലിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ വന്നോളൂ, എനിക്ക് താമസിക്കുവാൻ ക്വാർട്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദൈവമക്കളെ, നാം 1 മണിക്ക് പോയിരുന്നുവെങ്കിൽ ഈ ഇദ്ദേഹത്തെ കണ്ടെത്തുകയോ
ഒന്നും സാധ്യമല്ലായിരുന്നു. എന്നാല് ദൈവം നമ്മുടെ വഴിയെ ചിലപ്പോൾ തെറ്റിക്കുന്നത് ചിലപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ടാണ്. ചിലപ്പോൾ ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചെന്ന് വരും. അതെല്ലാം നന്മയ്ക്കായി കർത്താവ് കൂടി വ്യാപരിപ്പിക്കും. ചില പ്രതികൂലങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, പൗലോസിന്റെ ഹല്ലേലൂയ ശുശ്രൂഷയിലും അവനെ പലയിടത്തും ഓടിച്ചു വിട്ട് ചിലയിടത്ത് പോകാൻ പരിശുദ്ധാത്മാവ് വിലക്കി. എന്നാൽ മക്കദോന്യക്കാരൻ ഒരു ദർശനം കണ്ടിട്ട് മക്കദോനിയിൽ ചെന്ന് വചനം പറഞ്ഞപ്പോൾ അവര് ബഹു കഷ്ടം ഉണ്ടായിട്ടും വചനം കൈക്കൊണ്ട് മക്കദോനിയയിൽ തെസ്സലോനിക്ക സഭ രൂപം കൊണ്ടതുപോലെ ചിലയിടത്തൊക്കെ ദൈവം നമ്മളെ അയക്കും. ഹല്ലേലൂയ. ചിലപ്പോ കർത്താവ് ത്രോവാസിലേക്കല്ല, ഇങ്ങനെ മക്കദോനിക്ക് പോകാനായിരിക്കാം നമ്മളെ വിടുന്നത്. അപ്പൊ ഞങ്ങള് 1 മണിക്ക് പോകുന്നതിന് പകരം 9 മണിക്ക് പോയത് എന്തിനാന്ന് ചോദിച്ചാല് ദൈവത്തിന് അതിനെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. ആ ദേവദാസ യാത്ര ചെയ്ത് 9 മണിയുടെ ഫ്ലൈറ്റിനായിരുന്നു. അവിടെ വെച്ച് പിന്നെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന്റെ ഫോൺ ഞങ്ങൾക്ക് തരികയും പിന്നെ അദ്ദേഹം പല മീറ്റിങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഒരുക്കി തന്നു. ആരും ഞങ്ങളെ പാസ്റ്റർ ചോദിച്ചിൽ 2 പ്രാവശ്യം പോയി. അതുപോലെ തന്നെ പല പ്രയർ മൗണ്ടനിലൊക്കെ അവിടെ പോയി. എന്നാല് പല സെൽ ഗ്രൂപ്പുകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടാകുക. അദ്ദേഹം പല സെൽ ഗ്രൂപ്പുകൾ ഞങ്ങളെ അയക്കുകയും ചെയ്തു. അവിടെ എല്ലാം ട്രെയിൻ കയറിയാണ് പോയത്. എന്നാൽ ദേവദാസനാണ് ഞങ്ങളെ അതൊക്കെയും എങ്ങനെ പോകണമെന്നൊക്കെ കാണിച്ചു തന്നത്. അതുപോലെ പോളിയോ വെച്ച് പാസ്റ്റർ ചേർച്ചൊക്കെ കാണുവാന് അവിടെയുള്ള അത്ഭുതകരമായ പ്രവർത്തികൾ ഓരോ ആരാധനയിലും 100-ലധികം പേരൊക്കെ വന്ന് രക്ഷിക്കപ്പെടുന്നത് കാണുവാനൊക്കെ ഇടയായി. പ്രയർ മൗണ്ടനൊക്കെ കാണാൻ ഇടയായി. ഇതൊക്കെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവമക്കളെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ്. സ്തോത്രം. അങ്ങനെ ഞങ്ങള് കൊറിയൻ അവിടെയും ചില ജീവിതങ്ങൾ പാർക്കിലൊക്കെ രക്ഷിക്കപ്പെടുക ഇടയായി. എല്ലാം ദൈവം നമ്മളെ അയക്കുന്നവേ, ദൈവമല്ലേ ചെയ്യുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുപോലെ സൗത്ത് കൊറിയയില് വെച്ചിട്ട് ഞങ്ങൾ അവിടെ മാത്രമല്ല, ഞങ്ങള് ഒരു പാൻകേറ്റിക് ക്യാൻസർ വന്ന ഒരു സഹോദരന്റെ അടുത്ത് ഒരു പാസ്റ്റർ ഞങ്ങളെ കൊണ്ടുപോയി. അദ്ദേഹം അങ്ങനെ ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിശയമാണ്. ഞങ്ങൾ അവിടെ ഇവിടെയും വെച്ച് കാണുന്നവരൊക്കെ ചിലപ്പോൾ മിഷണറിമാരായിരുന്നു. അദ്ദേഹം ഒരു ഈജിപ്തിലെ മിഷണറിയായി പോയ ഒരു കൊറിയൻ പാസ്റ്ററാണ് ഞങ്ങളെ ഈ പാസ്റ്ററായിട്ട് ബന്ധപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഒരു ബിലീവർ പാൻകേറ്റിക് ക്യാൻസറായിട്ട് പിന്മാറിയിരിക്കുന്ന ഒരവസ്ഥയിൽ കർത്താവിന്റെ ദാസൻ ഞങ്ങളെ ആ പാൻകേറ്റിക് ക്യാൻസർ വന്ന രോഗിയുടെ വീട്ടിൽ കൊണ്ട്. അദ്ദേഹം കൊറിയനാണ്. എന്നാല് ഞങ്ങള് സംസാരിച്ച് പാസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം അന്ന് തന്നെ ആ പിന്മാറ്റത്തിൽ നിന്ന് കർത്താവിന്റെ കൃപയിലേക്ക് കടന്നു വരുവാനിടയായി. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ആ ബുധനാഴ്ച ആ പാസ്റ്റർ ചേർച്ചിൽ അദ്ദേഹം വീണ്ടും സമർപ്പിച്ച് കർത്താവിലേക്ക് വന്നപ്പോൾ ആ പാസ്റ്റർ ഞങ്ങളെ വലിയ താല്പര്യമായി. അദ്ദേഹത്തിന്റെ ചേർച്ചില് ആ ബുധനാഴ്ച തന്നെ 800ഓളം പേരാണ് കടന്നു വന്നിരിക്കുന്നത്. അവിടെയൊക്കെ വചനം പറയുവാനോ ഞങ്ങൾക്ക് ആരും ഒരുക്കിയതല്ല, ദൈവം തന്നെ വഴികൾ ഒരുക്കി അവിടെയൊക്കെ പോയി വചനം പറയാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവം നമ്മൾ അയച്ചാൽ ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ചൈനയിലൊക്കെ ഞങ്ങൾ കടന്നു വരികയായി. ചൈനയില് ഹല്ലേലൂയ സ്തോത്രം. ചൈനയിൽ കടന്നു പോയപ്പോൾ ബാച്ചാന് ഒരു ചൈന പാസ്റ്ററുമായിട്ട് എങ്ങനെയോ കണക്ഷൻ കിട്ടി. എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ അദ്ദേഹം ഞങ്ങൾ ചൈനയിൽ ശരിക്കും അണ്ടർഗ്രൗണ്ട് വർഷിപ്പുകളല്ലേ നടക്കുന്നത്? അതെ, അതിനെക്കുറിച്ച്. അപ്പൊ ചൈനയില് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അണ്ടർഗ്രൗണ്ട് ചേർച്ചുകളാണ്. ഞങ്ങളാണെങ്കിൽ എപ്പോഴും ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അവിടെ ബൈബിൾ അച്ചടിക്കുവാനായിട്ട് ഇടയാകണമേ. ചൈനയിൽ അതുപോലെ തന്നെ സ്വാതന്ത്ര്യമായിട്ട് ദൈവമൊക്കെ ആരാധിപ്പാൻ കൃപ എന്നൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ അനേക ഈ പാസ്റ്റർ ഞങ്ങൾ ഏകദേശം 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അനേക ഉൾഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയിടയായി. അനേക ഹൗസ് ചേർച്ചസ് അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ചേർച്ചുകൾ കൊണ്ടുപോയിടയായി. അത് അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന പലതരത്തിലുള്ള ചേർച്ചുകളാണ്. ഒന്ന്, ഞാൻ അവിടുത്തെ അണ്ടർഗ്രൗണ്ട് ചേർച്ചുകളെ കാര്യം പറയാം. ചിലത് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അറിവില്ല, മറ്റുള്ള പുറത്ത് അറിയാത്ത രീതി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതായത് ചിലയിടത്ത് അത് ഒരു അപ്പാർട്ട്മെന്റ് 2-3 മുറികളായിരിക്കും അവരുടെ ചേർച്ച്. അപ്പൊ അത് അവര് താമസിക്കുന്ന രീതിയിൽ അവരത് റെന്റ് എടുത്തിട്ട് അവിടെ ഇവിടെ ദൈവമക്കളെ ആരാധിക്കുന്നത് പോലെയൊന്നും അല്ല വെച്ചിരിക്കുന്നത്. അവർ താമസിക്കുന്നത് പോലെ തന്നെ. എന്നാൽ അതിന്റെ എല്ലാം കർട്ടൻ ഇട്ട് ഒക്കെ അവിടെ നടക്കുന്ന ആരാധനയാണ്. പക്ഷെ പുറത്ത് ആർക്കും അത് അറിയത്തില്ല. അതുപോലെ ചില സ്ഥലത്താണെങ്കിൽ അവിടെ വലിയ ഓഫീസാണ്, ഓഫീസ് കെട്ടിടം, അതിലൊരു ഓഫീസ് മുറി അവര് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. അത് എന്തെങ്കിലും കാര്യം പറഞ്ഞ ആ ഓഫീസ് അവരെ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ അവരുടെ ഒരു ചേർച്ചാണ്. അതുപോലെ ഉൾഗ്രാമങ്ങളിലും ചേർച്ചായിട്ട് പണിത ചേർച്ചുകളും ഉണ്ട്.
അവിടെ അണ്ടർഗ്രൗണ്ടില് ഉള്ളത് ചില മീൻസ് ഭൂമിക്കടിയിലുള്ള ചില ചർച്ചുകൾ ഞങ്ങൾ പോകുവാനിടയായി. നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ ഉള്ള പോലെ ബേസ്മെന്റിലുള്ളത്. അതുകൂടാതെ ഇങ്ങനെയാണ് അധികം ഉള്ളത്. അതുപോലെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ വളരെ സീക്രട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. സെമിനാരികളൊക്കെ വളരെ സീക്രട്ട് ആയിട്ട് അങ്ങനെയുള്ള പല ചേർച്ചുകൾ പോകാനും കടന്നു പോകുവാനും ശുശ്രൂഷിപ്പാനും ദൈവം ഇടയായി. വളരെ സ്നേഹത്തോടെയും സഹകരണത്തോടെ ആയിരുന്നു ആ ദൈവക്കായിരുന്നു. അവൾക്ക് ഒത്തിരി താല്പര്യമാണ് വചനം സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ. അനേക സ്ഥലത്ത് ദൈവം അവിടെ ഞങ്ങൾ അയച്ചു. പ്രത്യേകിച്ച് ആക്സിഡന്റ് പറ്റിയിരുന്ന ഒരു ദൈവദാസൻ, വളരെ അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. എന്നാല് താൻ റോഡ് ക്രോസ് ചെയ്ത് കിടന്നപ്പോൾ വലിയ ഒരു കാറ് തെറ്റി തന്റെ ശരീരം ക്ഷതമേൽ അനുഭവിച്ച് താൻ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ തന്നെ ഒത്തിരി പിറുപിറുത്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ചിലപ്പോൾ ദൈവമക്കളെ നാം പ്രതിസന്ധിയില് പ്രതികൂലത്തില് നിരാശപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം പശ്ചാത്തല തന്ത്രവും അതാണല്ലോ. അവൻ അറുപ്പാനും പൊടിപ്പാനും മോഷ്ടിപ്പാനാ വരുന്നത്. എന്നാൽ സമൃദ്ധിയായി ജീവൻ നൽകുവാൻ വരുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ നമ്മുടെ ദൗത്യം എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ഹല്ലേലൂയ സ്തോത്രം ബലഹീനരെ താങ്ങുവാൻ, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനൊക്കെ ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. അവിടെ പോയി ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ചില പാട്ടുകൾക്ക് പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീർന്നു. അദ്ദേഹം തളർന്നു കിടന്ന് അദ്ദേഹം ദൈവത്തിന്റെ കരുണയാൽ ദൈവം അത്ഭുതകരമായിട്ട് അദ്ദേഹം ഉണർത്തുവാനും അദ്ദേഹം തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാനിടയായി തീർന്നു. ദൈവമക്കളെ, അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല. അതിശയങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളം, വീര്യപ്രവൃത്തികൾ വചനോറപ്പിക്കുന്ന കർത്താവാണ് അദ്ദേഹം. സ്തോത്രം. തളർന്നു കിടന്ന അദ്ദേഹം പിന്മാറ്റത്തിൽ നിന്ന് കർത്താവിങ്കലെ തിരിച്ചു വരുവാനും അവന്റെ രോഗക്കിടക്ക മാറ്റിവരിക്കുവാൻ ദൈവമിടയാക്കി. നമ്മളാലൊന്നും സാധ്യമല്ല, ദൈവം ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ചൈനയിലും പല സ്ഥലത്ത് സാക്ഷ്യം നിൽക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പോയി ദൈവത്തിന്റെ കൃപയാല്. അതുപോലെ എന്റെ കൂട്ടുകാരി ചില രക്ഷിക്കപ്പെടുകയിടയായി. എന്റെ സൂപ്പർവൈസർ വൈറ്റ് കൊക്കേഷൻ ലേഡി ആയിരുന്നു. അവര് അന്നൊക്കെ എന്നോട് വലിയ താല്പര്യവും സ്നേഹമായിരുന്നു. എന്റെ പെരുമാറ്റ രീതികളൊക്കെ പുള്ളിക്കാരിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്നാല് സുവിശേഷമൊക്കെ പറഞ്ഞിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാല് പെട്ടെന്ന് അത് എന്റെ സൂപ്പർവൈസർ ലേഡി ആയിരുന്നു. ലേഡി സൂപ്പർവൈസർക്ക് പെട്ടെന്ന് മാരകമായ ഒരു രോഗം വന്നു. ആദ്യം ഹാർട്ട് സർജറിയാണ് ചെയ്തത്. സർജറി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഞാനും ഹസ്ബൻഡ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അനേക പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ട് അവർ കർത്താവിനെ സ്വീകരിപ്പാൻ ഇതുവരെയും ഇടയായി തീർന്നില്ലല്ലോ കർത്താവെ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു നിയോഗം തന്നു, നീ എന്തായാലും പോകുക എന്ന്. അപ്പൊ നമ്മളെ ഓർക്കാൻ അൺകോൺഷ്യസ് ആയി കിടക്കുന്ന ആളോട് എങ്ങനെയാണ് സുവിശേഷം പറയുക? ഞാൻ വിചാരിച്ചു കേൾവിയല്ലേ അവസാനമുള്ള, ചിലപ്പം അതുപോലെ ആ കേൾവിയിലൂടെ ഹല്ലേലൂയ പറയുവാനായിട്ട് ഇടയായിത്തീരും എന്നൊക്കെ വിചാരിച്ച് അവിടെ ചെന്ന് അവർ അൺകോൺഷ്യസ് ആയാലും ചെവിയിൽ പറയാനും ഇതൊക്കെ വിചാരിച്ചു എന്നതാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം പ്രവർത്തിക്കും. എങ്ങനെയാണെന്നോ, ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ കടന്നു ചെന്നു. ദൈവം അത്ഭുതകരമായിട്ട് ഹല്ലേലൂയ തന്റെ മകൾ ആ സമയത്ത് ആ അൺകോൺഷ്യസ് ആയി കിടന്ന ഹല്ലേലൂയ എന്റെ സൂപ്പർവൈസർ കണ്ണു തുറക്കാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ സംസാരിക്കുന്നത് മനസ്സിലായോ? ആ സൂപ്പർവൈസറോട് പറഞ്ഞു, ഐ നോ ദിസ് ഈസ് എൽസി. അപ്പോൾ ഞാൻ ഹല്ലേലൂയ കുറച്ചു നേരം ആശ്വസിപ്പിക്കുന്ന വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ സുവിശേഷമാണ് പറഞ്ഞത്. നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രത്യേകിച്ച് രോഗക്കിടക്കയിലും ഹല്ലേലൂയ പ്രതികൂലത്തിലായിരിക്കുന്നവരൊക്കെ നമ്മുടെ അടുത്തിലേക്ക് വിടുന്നത് എന്തിനാണ്? ഹല്ലേലൂയ നമ്മുടെ കൂട്ടുകാരായിക്കൊള്ളട്ടെ, വീട്ടുകാരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, അവർക്ക് രോഗം ദുഃഖമൊക്കെ വരുമ്പോൾ നമ്മളോട് തുറന്നു പറയാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇടയായി തീരണമേ. നമ്മുടെ സ്വഭാവം അതുപോലെ ആയിത്തീരണം കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ഏതായാലും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ അന്ന് അവർ കർത്താവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു. പെട്ടെന്ന് മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ലിവിംഗ് വില്ലൊക്കെ എഴുതി വെച്ച അഡ്വാൻസ് ഡയറക്റ്റീവ് ഒക്കെ എഴുതി വെച്ച സൂപ്പർവൈസർ രോഗക്കിടക്ക് വിട്ടെഴുന്നേൽക്കുവാനിടയായി. ദൈവമക്കളെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടെ നിന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ചാൽ മതി, അല്ലെ ദൈവം പറയുന്നത് നാം അനുസരിച്ചാൽ മതി, അവരോട് സുവിശേഷം പങ്കിട്ടാൽ മതി.
ദൈവം പ്രവർത്തി അങ്ങനെ അവർ രക്ഷിക്കപ്പെടുവാനും തന്റെ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്നോട് പറയാനിടയായിത്തീർന്നു. അങ്ങനെ ഹല്ലേലൂയ, ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ അനേക സ്ഥലങ്ങളൊക്കെ പോയിടയായി. റഷ്യയിലൊക്കെ പോയപ്പോഴാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്ക് അവിടെ ആരും പരിചയമില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് പോകാം. ദൈവം പ്രാർത്ഥിച്ചു വിടുക, അങ്ങനെ പോകാൻ ഒരു നിയമം പോകുകയാണ്. റഷ്യയിൽ ഒത്തിരിയും സുവിശേഷത്തിന് വിരുദ്ധമായിട്ടുള്ള, നമുക്കറിയാമല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം. അപ്പോ അവിടെ ഇങ്ങനെ ശരിക്കും പറയാമെങ്കിൽ പരസ്യമായിട്ട് അവിടെ ആരാധനകളൊക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ പറയാം, ഞങ്ങൾ പോകാൻ സമയത്ത് ഞങ്ങൾക്ക് പിന്നെ ആരും അങ്ങനെ ഒരു ക്രിസ്ത്യാനി കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്നാല് ദൈവം പോകാൻ പറഞ്ഞ് ഞങ്ങൾ പോയി, വിശ്വാസത്താലെ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് നമ്മള് റഷ്യയിലേക്ക് പോകുമ്പോ എന്ത് കാരണത്തല്ല, ശരിക്കും നമ്മള് ഒരു വിസിറ്റർ ആയിട്ട്, ജസ്റ്റ് ടൂറിസ്റ്റ് ആയിട്ടാണോ അവിടേക്ക് പോകുന്നത്, അതോ നമ്മള്? അതെ, ടൂറിസ്റ്റ് ആയിട്ട് എല്ലായിടത്തും അങ്ങനെ പോയാല്, അല്ലാതെ മിഷനായിട്ട് പോകാൻ പറ്റുന്നത് ഈ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉള്ളു. അതെല്ലായിടത്തൊക്കെ നമ്മള് ടൂറിസ്റ്റ് വിസയിൽ പോവുക, ദൈവം നൽകുന്നത് പോലെ വചനമൊക്കെ പറയുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അവിടെ ആരുടെയും റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട, ടൂറിസ്റ്റ് വിസ നമ്മളെടുത്ത് അങ്ങനെ നമുക്ക് പോകാം അല്ലേ? അതെ, അന്ന് അമേരിക്കയിൽ നിന്നും പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം അവരുടെ സ്ഥിതി വഷളായതുകൊണ്ട് ഇപ്പൊ അമേരിക്കയിൽ നിന്നും പോകാൻ ആരും അഡ്വൈസ് ചെയ്യുന്നില്ല, യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ടൂറിസ്റ്റ് വിസ ലഭിച്ചാണ് ഞങ്ങൾ പോയത്. പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, എന്നാലും ദൈവം പോകാൻ പറഞ്ഞ് ഞങ്ങൾ പോയി. പോകുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാള്, ഒരു പാസ്റ്ററാണെന്ന് നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അദ്ദേഹം ഒരു അമേരിക്കൻ റഷ്യൻ മിഷണറി ആണ്. അദ്ദേഹം അടുത്തിരുന്ന്, അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇദ്ദേഹം ഒരു പാസ്റ്റർ ആയിരിക്കും. അങ്ങനെ വായിച്ചാൻ സംസാരിക്കുകയും ഇടപെടുകയും അദ്ദേഹത്തിന്റെ ചില ചർച്ചകളിലേക്ക് ഞങ്ങൾക്ക് കണക്ഷൻ തരും. അദ്ദേഹം മെത്തോഡിസ്റ്റ് സഭയുടെ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം വേറൊരു പട്ടണത്തിലേക്ക് പോവുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അവിടെയുള്ള മിഷണറി കോർഡിനേറ്ററെ വിളിച്ച് നമ്പർ തരികയും ഞങ്ങൾ അവിടെ പല ചർച്ചകളും, മെത്തോഡിസ്റ്റ് ചർച്ചകള് സാക്ഷ്യം നിൽപ്പാനൊക്കെ കർത്താവ് സഹായിച്ചു. അവിടെയൊക്കെ അത്ഭുതങ്ങൾ തന്നെ ദൈവം പ്രവർത്തിച്ചു. കാരണം അവിടെ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഒരിടത്ത് ഒരു ഇന്റർനാഷണൽ മീറ്റിങ്ങിന്, അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ചിലരുടെ മീറ്റിങ്ങിന് കർത്താവ് അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് വഴി തുറന്നു. ഞാൻ പറഞ്ഞാലും മെത്തോഡിസ്റ്റ് പല ചർച്ചകളിൽ പോയി. അതുകൂടാതെ ഞങ്ങൾ ഞായറാഴ്ച ഒരു ചർച്ചിൽ പോയപ്പം അവിടെ വെച്ച് ഞങ്ങളെ കാണാത്ത ഒരു മുഖമായതുകൊണ്ട് അവിടുത്തെ ഒരു പാസ്റ്റർ വന്ന് ഞങ്ങളോട് പരിചയപ്പെട്ടു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരാണെങ്കിൽ ഞങ്ങൾ അമേരിക്കയിൽ നിന്നാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനൊരു മീറ്റിംഗ് ആണ് ഞായറാഴ്ച വൈകുന്നേരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് ആ ട്രെയിനൊക്കെ പിടിച്ചു പോകേണ്ട വഴിയൊക്കെ എഴുതി തന്ന് ഞങ്ങൾ അതിന് പോയി. അത് ഈവനിങ് ആയിരുന്നു. കഴിഞ്ഞു വന്നപ്പോഴത്തേ രാത്രി 11 മണിയായി. അപ്പം ആ പാസ്റ്റർ പറഞ്ഞു നിങ്ങൾ വേഗം തിരിച്ചു പോകണം, രാത്രി 12 മണി കഴിഞ്ഞാൽ ഞായറാഴ്ച മോസ്കോ പട്ടണത്തിൽ ട്രെയിൻ ഇല്ല, ഞായറാഴ്ചകൾ മാത്രം. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോകണം. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചെങ്കിൽ ഇംഗ്ലീഷൊന്നും പറയണം, ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ മഗ്ഗൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വേണം, സംസാരിക്കാതെ ഒക്കെ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വളരെ പാസ്റ്റർ വന്ന എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളെ ട്രെയിൻ കയറ്റി വിടുകയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പൊ ഞങ്ങൾ കുറേ സമയം അതിനകത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ട്രെയിൻ ഹോൾട്ടായി. അപ്പം ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുമില്ല. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ഇറങ്ങി പോവുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഇറങ്ങി പോകുന്നത്. നോക്കുമ്പോൾ പുറത്ത് ഇരുട്ടാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയപ്പോൾ ഞങ്ങളും ഇറങ്ങി. എന്നാലും ഞങ്ങൾക്ക് എവിടെ പോകണമെന്ന് യാതൊരു പിടുത്തവും ഇല്ല. ഇത് എവിടെയാണ് ട്രെയിൻ നിൽക്കുന്നത്, ഇനി ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് ട്രെയിൻ ഉണ്ടോ ഒന്നും അറിയത്തില്ല. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം ഓർക്കുകയാണ്, 12 മണിക്ക് ശേഷം ഫ്ലൈറ്റ് ഒരു ട്രെയിനും ഇല്ല എന്നുള്ളത്. ഞങ്ങൾ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും, ഇവിടെ ഉള്ളവർക്ക് റഷ്യൻ ലാംഗ്വേജ് അല്ലാതെ അറിയത്തുമില്ല, ഞങ്ങൾ എങ്ങനെ പോകും. ഞങ്ങൾ അവിടെ നിന്ന് കയറി ഈ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. മറ്റുള്ളവരൊക്കെ അവിടെ ഇവിടേക്കൊക്കെ പോയി. വേറെ ട്രെയിൻ ഉണ്ടോയെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ സ്റ്റേഷനിൽ എത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത്ഭുതമായിട്ടൊരു ട്രെയിൻ വന്നു. അപ്പം ഭാഷ്യം പറഞ്ഞ് നമുക്ക് ഈ ട്രെയിനിലേക്ക് കയറാം, ഇത് എവിടെ പോയാലും വേണ്ടില്ല, നമുക്ക് അവിടെ വെട്ടം വെളിച്ചുള്ളിടത്ത് ഇതൊരു സബ്വേ പ്ലേസ് ആണ്, അതായത് അണ്ടർഗ്രൗണ്ടിലൂടെ ഉള്ള
ഒരു സ്ഥലമാണ് ഇപ്പൊ ഞങ്ങൾ ആയിരിക്കുന്നത്. അതായത് നമുക്കറിഞ്ഞൂടാ, അത് അറിയാമല്ലോ, റഷ്യയിലും യൂറോപ്പിലും ഒക്കെ പിന്നെ ഭൂമിക്കടിയിലൂടെയുള്ള സബ്വേ സ്റ്റേഷനുകൾ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി ട്രെയിൻ ഞങ്ങൾ നോക്കുമ്പോൾ ആരും അതിനകത്ത് വേറെ പിന്നെ പാസഞ്ചേഴ്സ് ഒന്നുമില്ല. ഏതായാലും ഞങ്ങൾ അതിനകത്ത് ഇന്ന് കുറെ നേരം ഇത് ഓടിക്കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേഷൻ ഇത് നിന്നിപ്പോൾ ഞങ്ങൾ പുറത്തു നോക്കിയ ദൈവം കൃപയാൽ അത് ഞങ്ങളുടെ തന്നെ സ്റ്റേഷൻ ആയിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ ഒരു ട്രെയിൻ അയച്ചതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പൊ വാച്ചൻ എപ്പോഴും പറയും അത് സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് വേണ്ടി പ്രത്യേക അയച്ച സ്പെഷ്യൽ ട്രെയിനാന്ന് പറയേണ്ടയായി. അങ്ങനെ ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് മുൻപായി കടന്നുപോയി ദുർഘടങ്ങളെയും താമ്രകഥകളെയും ഇരുമ്പോടാമ്പലുകളെയും ഖണ്ഡിക്കുമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് മുൻപേ കർത്താവ് പോയി. ഞാൻ ഇതുപോലെ മറ്റൊരു സാക്ഷ്യവും കേട്ടിട്ടുണ്ട്. ട്രെയിനിലെ ഇതുപോലെ തന്നെ റഷ്യയിലെ കാര്യം കേട്ടിട്ടുണ്ട്. ഒരു ദേവദാസൻ ഇതേപോലെ തന്നെ പോകുമ്പോൾ ഒറ്റയ്ക്ക് ദൈവം ഒരു ട്രെയിൻ കൊണ്ടുവന്ന് തനിക്ക് ഇറങ്ങേണ്ട സ്ഥാനത്ത് ഇറക്കിയ ഒരവസ്ഥ. തീർച്ചയായിട്ടും ദൈവമാണ് വഴി തുറന്നത്, വിട്ട ദൈവമല്ലേ. അങ്ങനെയെങ്കിൽ അവന്റെ പ്രവൃത്തി തികയ്ക്കേണ്ടത് കർത്താവിന്റെ ആവശ്യമാ. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിന് ഇതൊന്നും വലിയ പ്രശ്നമല്ല. വാഹനമാണേലും അല്ലെ, കാക്കയാൽ തന്റെ ഭക്തനെ പോറ്റിയതാ. അങ്ങനെ തീർച്ചയായിട്ടും കർത്താവ് പ്രവർത്തിക്കും. തുടർന്നാട്ടെ, അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു? അവിടെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ, മെത്തോഡിസ്റ്റ് ചർച്ചിൽ പോയി, അതുപോലെ ഇന്റർനാഷണൽ ഈ ചർച്ചിൽ പോയി, അതുപോലെ ചില ജീവിതങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പറഞ്ഞല്ലോ, ഒരു ചർച്ചിൽ പോകുമ്പോൾ വേറൊരു ചർച്ചിലേക്ക് ദൈവം അവസരങ്ങൾ തരികയാണ്. ഞങ്ങൾക്ക് ആരും അറിഞ്ഞുകൂടാ. ഞങ്ങള് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഇംഗ്ലീഷ് പറയുന്നവര് തന്നെ ചുരുക്കമാണ്. എന്നാൽ ഞങ്ങൾ വേറൊരു ചർച്ചിൽ കടന്നു പോയപ്പോൾ അവിടുത്തെ ഒരു സഹോദരൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, പിന്നെ നാളെ അതൊരു ഇടദിവസമാണ്, എന്റെ വീട്ടിലെ ഒരു മീറ്റിംഗ് ഉണ്ട്, വരണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വാച്യം പറഞ്ഞു എങ്ങനെയാണ് അഡ്രസ് ഒക്കെ തന്നു. ഞങ്ങൾ ആ മീറ്റിങ്ങിന് ചെല്ലുവാനായിട്ട് പോവുകയാണ്. അപ്പം വാച്യം പറഞ്ഞു ഇങ്ങനെ ട്രാൻസ്ലേറ്റർ വേണം, കാരണം റഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. അങ്ങനെ റഷ്യൻ ഭാഷയിൽ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അയാള് തന്നെ ഞങ്ങളെ വിളിച്ച സഹോദരൻ തന്നെ ഒരു ട്രാൻസ്ലേറ്റർ അറേഞ്ച് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ട്രെയിൻ എടുത്ത് ഇവര് പറഞ്ഞ സ്ഥാനത്ത് ചെന്ന് ആ ഭവനമൊക്കെ കണ്ടുപിടിച്ച് അവരുടെ ഭവനത്തിലെത്തി. അപ്പം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പൊ അവര് ഞങ്ങളോട് ഇങ്ങനെ ആംഗ്യം കാണിച്ചൊക്കെ ജ്യൂസ് തരുകയും ഫ്രൂട്ട്സ് തരുകയും എല്ലാ സ്നാക്ക് തരുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റർ വരുന്നില്ല. അന്നേരം അവര് പാട്ടൊക്കെ പാടിയിട്ടും ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല. അപ്പം വിളിച്ചിട്ടും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല ട്രാൻസ്ലേറ്റർ. അപ്പം ഭാവിച്ചൻ വിശ്വാസത്താല് അങ്ങ് എഴുന്നേറ്റു. ഞാൻ ഏതായാലും വന്നതാ, ഞാൻ വചനം സംസാരിച്ചേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് താൻ എഴുന്നേൽക്കുകയും ഉടനെ തന്നെ ഒരാള് വേഗം ചാടി എഴുന്നേറ്റ് ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടെസ്റ്റിമണിയും വചനവും റഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും തുടങ്ങി. അപ്പൊ പറഞ്ഞു, വാച്ച് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഇങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാകുന്ന റഷ്യൻ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു എന്ന് പറയാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവം തക്ക സമയത്ത് അദ്ദേഹത്തിന് ആ ഭാഷ മനസ്സിലാകുവാൻ അവന്റെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ അവന്റെ ബുദ്ധിയെ തുറന്നു കൊടുത്തതാണ്. അവനത് ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവൻ ഉറക്കെ പറയുകയാണ്, ഹോളി സ്പിരിറ്റ് ട്രാൻസ്ലേറ്റർ എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞു, യു നോ വാട്ട് ഹാപ്പൻ, എന്താണെന്ന് സംഭവിച്ചത്. ഹല്ലേലൂയ, ദൈവം തക്ക സമയത്ത് അവൻ ആ ഭാഷ കൊടുത്ത് അവിടെ ട്രാൻസ്ലേഷൻ നടന്നു. അങ്ങനെ ഞങ്ങൾ മിണ്ടാതിരുന്നെങ്കിൽ ഇതൊന്നും നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവര് ചിലരൊക്കെ അന്ന് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഒക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവമക്കളെ, ദൈവം നമ്മളെ ഹല്ലേലൂയ വിളിച്ചു വേർതിരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനപാത്രമായി തീരാണ്. ഏറ്റവും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലെ ദൈവമക്കളെ, നമ്മളെ ഒക്കെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതിക്കും പ്ലാനുമാണ്. ഏറ്റവും പ്രധാനം നമ്മൾ യേശുള്ളവരായി തീരണമെന്നാണ്. യേശുവിന്റെ പൈതലായി തീരുക, യേശുവിനെ നമ്മുടെ രക്ഷകനും ദൈവമായിട്ട് അംഗീകരിക്കുക. ഒരു ജർമ്മനിയില് ഒരു രാജാവിന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ജർമ്മനിയില് ഹല്ലേലൂയ സ്തോത്രം, അവിടെ ഒരു ഹെൻറി എന്ന് പറഞ്ഞ രാജാവിന്റെ ഒരു ചിത്രം മെസാലൽ എന്ന് പറയുന്ന ഒരാള് പെയിന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ മെസാലൽ എല്ലാം ഈ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും എല്ലാം പെയിന്റ് ചെയ്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരച്ചു. അതിനുശേഷം രാജാവിന്റെ പരിവാരങ്ങളെല്ലാം വരച്ചു.
എന്നിട്ട് രാജാവിന്റെ സിംഹാസനം വരച്ചു. അതെല്ലാം പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം രാജാവിനെ പെയിന്റ് ചെയ്യാനായിട്ട് താൻ ഇരിക്കുമായിരുന്നു. അതായത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരച്ചു, അതിന്റെ പരിവാരങ്ങളെ വരച്ചു, രാജാവിന്റെ ത്രോൺ അല്ലെങ്കിൽ സിംഹാസനം വരച്ചു. രാജാവിനെ വരച്ചില്ല. അതിനു മുമ്പ് അല്ലെ രാജാവിനെ വരയ്ക്കുന്നതിന് മുമ്പ് ആ മിസാലേൽ എന്ന് പറഞ്ഞ ആ പെയിന്റർ മരിച്ചുപോയി, ചിത്രകാരൻ മരിച്ചുപോയി. അപ്പോൾ ഇപ്പോഴും ജർമ്മനിയിലെ മ്യൂണിക് മ്യൂസിയത്തില് രാജാവില്ലാത്ത രാജാവിന്റെ ചിത്രം ഇരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മളും ഹല്ലേലൂയ ആ രാജാവില്ലാത്ത രാജാവിന്റെ ചിത്രമായിരിക്കുവാനല്ല. അതായത് നാം രാജാവിന്റെ മക്കളാണ്. രാജാതിരാജ്, കർത്താതികർത്താവ്, ദേവാതിദേവനാകുന്ന കർത്താവ്, നമ്മുടെ സൃഷ്ടിതാവ്, സകലത്തെ ഉളവാക്കിയ ആ ഒറ്റ വാക്കിലെ സകലത്തെ ഉളവാക്കിയ ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ രാജാതിരാജ കർത്താതികർത്താവിന്റെ മക്കളാണ്. എന്നാൽ നമ്മളിൽ ആ രാജാവുണ്ടോ? നമ്മളിൽ ആ കർത്താവുണ്ടോ? ആ രാജാവില്ലാത്ത രാജാവിന്റെ ചിത്രം മ്യൂണിക് മ്യൂസിയത്തിൽ ഇരിക്കുന്നത് പോലെ ഇന്ന് ഹല്ലേലൂയ ദൈവത്തിന് മക്കളാണ് എന്ന് നാം പറഞ്ഞിട്ട് രാജാവില്ലാത്ത യേശുവില്ലാത്തവരായി ഞാൻ തീർന്നിട്ടുണ്ടോ? ഇന്ന് യേശു നിങ്ങളോട് പറയുന്നത്, ആ യേശുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം കൊടുക്കുമോ? അവൻ നിങ്ങളെ രക്ഷിക്കുക മാത്രമല്ല, പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ അഡിക്ഷൻ വിടുവിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തെ പണിയുവാൻ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ക്രൈസിസിന് ഒക്കെ മാറ്റുവാൻ, ഏത് പ്രശ്നത്തിനും പരിഹാരകൻ അവിടുന്നാണ്. ഈ ലോക ജീവിതത്തിൽ പരിഹാരം മാത്രമല്ല, നിത്യജീവനാവകാശിയായി തീരുവാൻ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുവാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പുകയിൽ തള്ളിയിടുമെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ യേശുവിനെ ഹല്ലേലൂയ അറിയാനിടയായി തീരട്ടെ. അവൻ നിങ്ങളുടെ ഹൃദയത്തിന് വാദിക്കുമെന്ന് മുട്ടുകയാണ്. നിങ്ങൾ അവന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമോ? ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും അവരെ ഈ കർത്താവിനെ രക്ഷകനായി അംഗീകരിപ്പാൻ ഹല്ലേലൂയ അവരുടെ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ യേശുവേ ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അവിടുന്ന് അവിടുത്തെ പുത്രനായ യേശുവിനെ അയച്ചത് എന്റെ പാപത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ. ഇന്നു മുതൽ അങ്ങയെ ഞാൻ എന്റെ രക്ഷകനും എന്റെ ദൈവമായി അംഗീകരിക്കുന്നു. എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ പേര് സ്വർഗത്തിലെ പുസ്തകത്തിൽ എഴുതണമേ. എന്റെ പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവിടുന്ന് വീണ്ടും രണ്ടാമത് എന്നെ ചേർക്കവും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ യേശു കർത്താവിന്റെ രക്ഷകനും എന്റെ ദൈവമായി ഞാൻ അംഗീകരിക്കുന്നു. ഇങ്ങനെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം നേരം സാക്ഷ്യം കേട്ടതിനായി നന്ദി. സാക്ഷ്യം പറയാൻ അവസരം തന്ന പ്രിയ ദൈവദാസി നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി ഇന്നയോളോ തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളോ തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത അനുഗ്രഹീതമായ സാക്ഷ്യം, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. രോഗശാന്തി, ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച സ്ഥാനം, അവിടുന്നൊക്കെയും കർത്താവ് തന്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ അനേക രാജ്യങ്ങളിൽ കൊണ്ടുപോയി തന്നെ ഒരു ഉത്തമ സാക്ഷിയാക്കി നിർത്തിയ സാക്ഷ്യം. ഞാൻ ചിന്തിക്കുകയാണ്, ഉന്നം വെച്ച വൈരിയുടെ മുൻപിൽ തളർന്നു പോകാതെ, എതിരായി അയച്ച ആയുധത്തിന്റെ മുൻപിൽ, എനിക്ക് ആ പാട്ട് മുഴുവൻ പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു പാട്ടുകാരിയല്ല, അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ പാടാഞ്ഞത്. സ്തോത്രം. ആമേൻ. വൈരിയായവൻ തകർക്കുവാൻ ശ്രമിച്ച സ്ഥാനത്തും കർത്താവിന്റെ ദാസിയെ ദൈവം താങ്ങി. ഓ, എത്ര അനുഗ്രഹീതമായ സാക്ഷ്യം. ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ചിന്തിക്കായിരുന്നു, എനിക്ക് ഇതുപോലെ എല്ലാ രാജ്യങ്ങളിലും ഓടി നടന്ന് സുവിശേഷം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വളരെ സന്തോഷിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും അനേക ആയിരങ്ങളുടെ ഇടയിൽ അയക്കേണ്ടതിനാണ് ഇങ്ങനെ കഷ്ടങ്ങൾ ജീവിതത്തിൽ തന്നത്. ഞാൻ കഷ്ടതയിലായത് ഏറെ ഗുണമായി എന്ന് ആമേൻ ദാവീദ് പറഞ്ഞതുപോലെ കർത്തദാസിക്കും പറയുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ അനുഭവ സമ്പത്താണ് മറ്റുള്ളവരെ നാം ശുശ്രൂഷിക്കുവാനും അവരുടെ ഇടയിൽ പോയി ശുശ്രൂഷിക്കുവാനും കാരണമാക്കുന്നത്. ആമേൻ. ഒറ്റ സർജറിയിൽ എത്ര അവയവങ്ങൾ മാറ്റിവെച്ച് 7 അവയവങ്ങൾ. ശരീരത്തിൽ ഇത്രമാത്രം ഭാരങ്ങൾ ഉണ്ടായിട്ടും പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ തളർന്നു പോകാതെ, വീണു പോകാതെ, താണുപോകാതെ ജീവിക്കുന്ന കർത്താവിനെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇന്നയോളം നടത്തിയ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. സ്തോത്രം. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. തന്റെ വിലപ്പെട്ട സമയം ഇന്ന് ഈ സമയക്കാലം, ഈ പകൽക്കാലം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേർതിരിച്ചതിനായിട്ട് കർത്തദാസിയോടുള്ള നന്ദിയെ ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഈ സാക്ഷ്യം അനേക ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം പലരും ഇന്ന് ഒരു ക്യാൻസറിന് കേട്ട് കഴിഞ്ഞാൽ തളർന്നു പോവുക. അനേക ക്യാൻസർ രോഗികളുടെ സാക്ഷ്യം ഇതിൻ്റെ അകത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒറ്റ ഓപ്പറേഷനിൽ 7 അവയവങ്ങൾ അറുത്തു മാറ്റിയവരുടെ സാക്ഷ്യം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ ഹല്ലേലൂയ, എൻ്റെ ഹൃദയം തുടിക്കുകയാണ്. ആമേൻ. ഒരു ശരീരത്തിൽ ഒരു ചെറിയ അവയവത്തിന് ആമേൻ കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നാൽ നമുക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി മുഴുവൻ 3 ആണിമേൽ അവന്റെ ശരീരം ഇഞ്ചിഞ്ചായി നമുക്ക് വേണ്ടി ചീന്തി തന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സ്ട്രഗിൾ അല്ല, അവൻ നമുക്ക് വേണ്ടി ജീവനെയാ വെടിഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ ജീവന്റെ രക്തം കർത്തദാസിയുടെ ശരീരത്തിലൂടെ ഒഴുകി പൂർണ്ണ വിടുതലോടും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവ് ഇന്ന് നമ്മുടെ മുൻപാകെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആകയാൽ കർത്തദാസിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്തദാസനെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം കർത്താവിന്റെ ദാസിക്ക് ഒരു മുഴു സപ്പോർട്ടാ. ആദ്യത്തെ സാക്ഷ്യം നമ്മൾ കേട്ടു, അത് കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ, ഒന്ന് സ്ട്രോങ് ആക്കുവാനായിരുന്നു അല്ലെ, പട്ടാള ചിട്ടയും മറ്റും കാര്യങ്ങൾ തന്നിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ സ്വർഗത്തിലെ ഒരു പട്ടാളക്കാരനാ, സ്വർഗത്തിന്റെ ഒരു അംബാസിഡറാ. അവിടെയും സ്ട്രോങ് ആ. ഹല്ലേലൂയ. വയ്യാത്ത ആമേൻ ക്ഷീണിച്ചിരിക്കുന്ന ആമേൻ. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു പക്ഷെങ്കിൽ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നിനക്ക് വയ്യാത്തല്ല, വീട്ടിൽ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറയും. പക്ഷെ ഞാൻ അഭിമാനിക്കുന്ന കർത്താവിന്റെ ദാസനെ ഞാൻ എക്സ്പെഷ്യലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇത്രയും ക്ഷീണങ്ങളുടെ നടുവിൽ ആമേൻ നമ്മൾ പോകാൻ റെഡിയാണെങ്കിൽ നമ്മെ കൊണ്ടുപോകാനോട് അവർക്ക് മനസ്സ് വേണം. പ്രൈസ് ദി ലോർഡ്. അതിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കുടുംബമായി അതിശക്തമായി നിങ്ങളെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. 50 ആമേൻ രാജ്യങ്ങളല്ല, ആമേൻ ഭൂമിയിലുള്ള ആമേൻ 225 രാജ്യങ്ങളിലും കടന്നു പോകുവാൻ ദൈവം അവരെ ആമേൻ സഹായിക്കട്ടെ. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സാക്ഷികളാകുവീനെന്ന സ്തോത്രം. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. നമുക്ക് പറ്റാത്തത് ആമേൻ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. സ്തോത്രം. ഞാൻ വളരെ അഭിമാനിക്കുന്നു കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ഓർത്ത്. കാരണം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക്
അതൊന്നും സാധ്യമാകുന്നില്ല. ആമേൻ. എന്നാൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുമെന്ന് കർത്താവ് പറയുന്നു. ഇതും നിങ്ങളെ പോലുള്ളവരെ പരിചയപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോയി ചെയ്യുന്നതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകും. വചനം പറയുന്നു, പടപൊരുതുന്നവനും പടക്കൂപ്പ് സൂക്ഷിക്കുന്നവനും പ്രതിഫലം ഒരുപോലെ എന്ന. ആമേൻ. എവിടെയെങ്കിലുമൊക്കെ ആത്മാക്കളെ നേടിയാൽ പ്രാർത്ഥിക്കുന്നവർക്കും പ്രതിഫലം കിട്ടുമല്ലോ. ആകയാൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആ കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ ആമേൻ കാലാകാലങ്ങളിൽ നാം ഒക്കെയും അധ്വാനിക്കുന്ന നല്ല വേലക്കാരായി തീരുവാൻ കർത്താവ് പിന്നെയും സഹായിക്കട്ടെ. ആരോഗ്യത്തോടെ, ബലത്തോടെ, ദീർഘായുസോടെ ഇരുന്ന് അവിടുത്തെ നാമത്തിന് മഹിമയ്ക്കായി ഉപയോഗിക്കപ്പെടുവാൻ കുടുംബമായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ കർത്താവെ ദാസിയെ ആമേൻ ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ എൽസി സിസ്റ്ററിനെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ദാസനായി സ്തോത്രം. ദൈവമേ, എത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചു, എത്ര ഭയങ്കരമായ മാരക രോഗത്തിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചു. ഇവയൊക്കെയും കർത്താവെ താൻ പറഞ്ഞല്ലോ, തന്നോടുകൂടി 11 ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരായി ഈ ലോകത്തു നിന്നും അവൻ മാറ്റപ്പെട്ടപ്പോഴും തന്റെ ദാസിക്ക് ആരോഗ്യവും ബലവും ശക്തിയും കൊടുത്ത് അവിടുന്ന് നിർത്തിയതിന്റെ പിൻപിലെ അവിടുത്തെ ഉദ്ദേശ്യം, തന്നെ കഷ്ടതയിലൂടെ കടത്തിവിട്ടതിന്റെ ഉദ്ദേശ്യം കർത്താവ് ഈ സാക്ഷ്യത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അനേകായിരങ്ങൾക്ക് ഒരാശ്വാസമാകുവാനാണല്ലോ കർത്താവെ. ആകിയാല് ആമേൻ തന്റെ ദാസിയെ ശാരീരിക മാനസികമായിട്ടും പിന്നെയും ബലപ്പെടുത്തുവാനായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കർത്താവരെ ഉപയോഗിച്ചാട്ടെ. അതിശക്തമായി ഇനിയും കർത്താവ് ഉപയോഗിക്കണം. അവിടുത്തെ രാജ്യത്തിന് മഹിമയ്ക്കായിട്ട്, അവിടുത്തെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാൻ അങ്ങയുടെ മക്കളെ ഒരുക്കിയാട്ടെ, നന്മകളാൽ നിറച്ചാട്ടെ. കർത്താവ് ഈ സാക്ഷി ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കർത്താവെ വീണ്ടും ഒരു കർത്താവ് ഞങ്ങൾക്ക് വളരെ ഉത്സാഹം, സുവിശേഷ വേലയ്ക്ക് ഒരു ഉത്സാഹം നൽകി തരുവാൻ ഇടയാക്കിയല്ലോ. ഈ സാക്ഷ്യം കർത്താവെ അനേകരെ കർത്താവിന്റെ വേലയ്ക്ക് ഒരുക്കുന്നതായി തീരുവാൻ, ആത്മഭാരം ഉളവാക്കുന്നതായി തീരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. തുടർന്ന് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണം. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ഞങ്ങളോടൊത്ത് ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്ക് യു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.